ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒന്നിച്ച് നമുക്ക് ചേർന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ സഭായോഗമായി ചേർന്ന് വരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നല്ലോ. പ്രാർത്ഥിച്ച് ഇന്നത്തെ വിശുദ്ധ സഭായോഗത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് പോവുകയാണ്. നാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്നുവെങ്കിലും ആയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് സമർപ്പണത്തോടെ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. കൊയർ ഒരു പാട്ടിൻ്റെ ചില ചരണങ്ങൾ ഇപ്പോൾ പാടുകയും നമുക്കൊന്നിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ നമ്മുടെ തലകളെ വണക്കി പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് സമർപ്പിച്ചായിരിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയ കണ്ണുകൾ തുറന്ന് ബാഹ്യമായ കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ തന്നെ സ്വർഗീയ ദർശനം കണ്ടുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ, നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു എന്നുള്ള പാട്ട് കൊയർ ലീഡ് ചെയ്യും. നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, നന്ദി കൊണ്ടെൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടെൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. അന്നു ഞാൻ അന്യനായ അനാഥനായി, എന്നാൽ ഇന്നു ഞാൻ ധന്യനായി. അന്നു ഞാൻ അന്യനായ അനാഥനായി, എന്നാൽ ഇന്നു ഞാൻ ധന്യനായി. യേശുവേ
എൻ ദൈവമേ നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. എൻ ജീവൻ പോയെന്നാലും എനിക്കതിൽ ഭാരമില്ല. എൻ ജീവൻ പോയെന്നാലും എനിക്കതിൽ ഭാരമില്ല. എന്റെ ആത്മാവിനു നിത്യജീവൻ എൻ യേശുദാൻ ഒരുക്കിയല്ലോ. എന്റെ ആത്മാവിനു നിത്യജീവൻ എൻ യേശുദാൻ ഒരുക്കിയല്ലോ. യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിത്യതയോർത്തിടുമ്പോൾ എൻ ഹൃത്തടമാനന്ദിക്കും. നിത്യതയോർത്തിടുമ്പോൾ എൻ ഹൃത്തടമാനന്ദിക്കും. സ്വർഗീയ സൗഭാഗ്യ ജീവിതം വിശ്വാസക്കണ്ണാൽ ഞാൻ കണ്ടിടുന്നു. സ്വർഗീയ സൗഭാഗ്യ ജീവിതം വിശ്വാസക്കണ്ണാൽ ഞാൻ കണ്ടിടുന്നു. യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അൻപുള്ള ദൈവമേ, അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. നിൻ്റെ മക്കളായ അടിയങ്ങൾക്ക് കർത്താവേ ഒന്നിച്ച് അവിടുത്തെ പാദപ്പീടെ ചേർന്ന് വന്ന് തിരുമുഖത്തേക്ക് നോക്കുവാൻ, അങ്ങേ ആരാധിപ്പാൻ, ഹല്ലേലൂയ, അങ്ങയുടെ സന്നിധിയിലെ സന്തോഷം അനുഭവിപ്പാൻ, ഒന്നിച്ച് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനൊത്തോണം കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുവാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവ്വശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുവാൻ, സർവ്വശക്തൻ്റെ നിഴലിൻ കീഴിലായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു.
കർത്താവെ, ഇത്രത്തോളം ഞങ്ങളെ പരിപാലിച്ചു. ഈ ആണ്ടിൻ്റെ അവസാനത്തെ ദിനങ്ങളിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുമ്പോൾ പുറമോട്ട് തിരിഞ്ഞു നോക്കി കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ, ഒന്നിച്ച് അവിടുത്തെ സന്നിധിയിൽ സന്തോഷിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ഇന്ന് പകലിൽ നീ ഞങ്ങൾക്ക് തരുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് ഏകഹൃദയത്തോടെ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. ഞങ്ങളുടെ പൈതങ്ങളോട് ചേർന്ന് കർത്താവെ, ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളോട് ചേർന്ന്, ഞങ്ങളുടെ യൗവനക്കാരോട് ചേർന്ന്, മാതാപിതാക്കളോട് ചേർന്ന് കർത്താവിനെ ഉയർത്തുവാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കുവാൻ, ഹല്ലേലൂയ, നീ ഞങ്ങൾക്ക് തരുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. വിശുദ്ധ സഭായോഗമായിട്ട് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവേ, അങ്ങ് ഞങ്ങളോട് ഇടപെടുമാറാകണം. ഈ ആണ്ടിൻ്റെ അവസാന ദിനങ്ങളിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഞങ്ങളുടെ കുറവുകളെ കണ്ടുണർന്ന് മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെട്ട് കർത്താവിനെ സ്തുതിക്കുവാൻ ഹല്ലേലൂയ നീ ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളോട് ഇടപെടുമാറാകണം. കർത്താവെ, അവിടുത്തെ മഹിമ കണ്ട സാക്ഷികളായി ഹല്ലേലൂയ അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ, അവിടുത്തെ ബലം ധരിക്കുവാൻ, അവിടുന്ന് കർത്താവെ സ്തോത്രം, ഞങ്ങളുടെ മൺകൂടാരത്തിന്മേൽ അവിടുത്തെ ശക്തി, അവിടുത്തെ ചൈതന്യം, അവിടുത്തെ ജീവൻ കർത്താവെ സ്തോത്രം വീണ്ടും ഞങ്ങളിന്ന് അനുഭവിച്ചറിയുവാൻ ഞങ്ങൾ ഒന്നിച്ച് സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നടക്കേണ്ടുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് സഹായിക്കുമാറാകണം. ഒന്നിച്ച് ആത്മനിറവിൽ കർത്താവിനെ ആരാധിക്കുവാൻ നീ ഞങ്ങളെ സഹായിച്ചായിട്ട് പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, വചനത്തിൻ്റെ വാതിലുകൾ തുറന്നു തന്ന് അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുവാൻ കർത്താവെ നീ ഞങ്ങൾ ഒന്നിച്ച് സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ സന്നിധിയിൽ താഴ്ന്നു കർത്താവെ, പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ദിവസം ഒന്നിച്ചിങ്ങനെ ആയിരിക്കാൻ കർത്താവ് തരുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്കൊന്നിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാവർക്കും ഹല്ലേലൂയ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് പോവുകയാണ്. എല്ലാവർക്കും അതാത് സ്ഥലങ്ങളിൽ ഇരിക്കാം. കംഫർട്ടബിളായിട്ട് നിങ്ങളായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമായിക്കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലം മുഴുവനും നമ്മളെ നടത്തി പരിപാലിച്ച ദൈവത്തിൻ്റെ സന്നിധിയോടാണ് നാം ചേർന്ന് വന്നിരിക്കുന്നത്. ആ ഒരു സന്നിധി ബോധത്തോടുകൂടി കർത്താവിനെ സ്തുതിക്കുവാൻ, പാടി ആരാധിക്കുവാൻ, ആയിരിക്കുന്ന ഇടങ്ങളിൽ കരങ്ങളെ തട്ടി സന്തോഷിക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ, ഈ പാട്ട് പാടുമ്പോൾ ഒന്നിച്ച് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോഴാണ് ആരാധനയ്ക്ക് യോഗ്യനായവനെ ആരാധിക്കുവാൻ, മഹത്വത്തിന് യോഗ്യനായവനെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾക്ക് ലഭിക്കുന്ന അവസരം. ഹല്ലേലൂയ, അതുകൊണ്ട് ഈ സമയത്ത് ഏകാഗ്രതയോട് ഒന്നിച്ച് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും എല്ലാവരെയും ഞാൻ ഓർപ്പിക്കുന്നു. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുவோം എന്നുള്ള പാട്ട് കൊയർ ലീഡ് ചെയ്യുമ്പോൾ നമുക്കൊന്നിച്ച് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. നാം സ്തുതിച്ചിടുവോം, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോം, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോം, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോം, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമ ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. മാധുര്യരാഗമ ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. തിരുമേനി അറുക്കപ്പെട്ടു, രുധിരത്തിൻ വിലയായി വാങ്ങിയതാ. നിൻ തിരുമേനി അറുക്കപ്പെട്ടു, നിൻ രുധിരത്തിൻ വിലയായി വാങ്ങിയതാ. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവവും ചേർത്തുകൊണ്ട്. ഹല്ലേലൂയ. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവവും ചേർത്തുകൊണ്ട് ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോം, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോം, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമ ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. മാധുര്യരാഗമ
ഭൂലോകവാസികളും താൻ ആയവനരുളിയ രക്ഷയിൽ മഹിമയ്ക്ക് കിരീടങ്ങൾ താഴെയിട്ടും ആയവനരുളിയ രക്ഷയിൽ മഹിമയ്ക്ക് കിരീടങ്ങൾ താഴെയിട്ടും ദയ ലഭിച്ചോ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ ദയ ലഭിച്ചോ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം ഓ മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത് ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത് സ്തുതിച്ചിടാം വെള്ളത്തിൽ ഇരച്ചിപ്പോൾ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയിൽ സ്തുതിച്ചിടാം വെള്ളത്തിൽ ഇരച്ചിപ്പോൾ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയിൽ ദയ ലഭിച്ചോ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ ദയ ലഭിച്ചോ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം യേശു തൻ വേഗം വരുന്നതിനാൽ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം യേശു തൻ വേഗം വരുന്നതിനാൽ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുവോം നാം ആനന്ദനാളവിടെ ഉറപ്പോടെ നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുവോം നാം ആനന്ദനാളവിടെ ദയ ലഭിച്ചോ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ ദയ ലഭിച്ചോ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം ആരാധിക്കാം മാധുര്യരാഗമം ഗീതങ്ങളാലെ ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത് ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത് സ്തുതിച്ചിടാം വെള്ളത്തിൽ ഇരച്ചിപ്പോൾ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ ഓ സ്തുതിച്ചിടാം വെള്ളത്തിൽ ഇരച്ചിപ്പോൾ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ ദയ ലഭിച്ചോ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ ദയ ലഭിച്ചോ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം ആമേൻ മാധുര്യരാഗമം ഗീതങ്ങളാലെ യേശു താൻ വേഗം വരുന്നതിനാൽ യേശു താൻ വേഗം വരുന്നതിനാൽ
സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ വീണ്ടെടുത്തവനെ, ഹല്ലേലൂയ. അവിടുത്തെ സന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോട് അങ്ങ് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു പിതാവേ. അവിടുത്തെ സന്നിധിയിലെ സന്തോഷം ഞങ്ങൾ ഓരോരുത്തരും അനുഭവിപ്പാൻ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിപ്പാൻ, ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ കർത്താവെ അവിടുത്തെ ശക്തി പകരപ്പെടുന്നത് ഞങ്ങൾ അനുഭവിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, കർത്താവ് ഞങ്ങളെ തൊടുന്നത്, ഹല്ലേലൂയ, അവിടുത്തെ ഇമ്പമേറിയ സ്വരം ഞങ്ങൾ കേൾക്കുവാൻ, ഹല്ലേലൂയ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ഒന്നിച്ച് ഇങ്ങനെ സമർപ്പണത്തോടെ ആയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അവിടുത്തെ ശബ്ദം കേട്ട് അവിടുത്തെ മഹിമ കണ്ട് സാക്ഷികളായിട്ട് അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട്. ഹല്ലേലൂയ, സ്വർഗത്തിൽ സറാപ്പുകൾ പരിശുദ്ധൻ 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 എന്ന് സ്തുതിച്ച്, ഹല്ലേലൂയ, മൂപ്പന്മാർ കിരീടങ്ങൾ താഴെയിട്ട് വണങ്ങുന്നവനെ, ഹല്ലേലൂയ, അവിടുത്തെ സന്നിധിയിലാണ് ഞങ്ങളായിരിക്കുന്നത്. ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയോടാണ് ഞങ്ങൾ ചേർന്ന് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, മഹത്വത്തിന് യോഗ്യനായവൻ, ഹല്ലേലൂയ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ നീ ഞങ്ങളെ വീണ്ടും സഹായിച്ചാട്ട്. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുவோம். ഹല്ലേലൂയ, അവിടുത്തെ കരുണ ലഭിച്ച്, ഹല്ലേലൂയ, അങ്ങയുടെ സന്നിധിയോട് ചേർന്ന് വരുവാൻ ഒരു കാലത്ത് യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന ഞങ്ങളെ, ഹല്ലേലൂയ, എന്ന് സന്തോഷത്തോട് അവിടുത്തെ മക്കളെന്ന പദവിയോട് അവിടുത്തെ സന്നിധിയോട് ചേർന്ന് വന്ന്, ഹല്ലേലൂയ, ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുவோம் എന്ന് ചേർന്ന് ഒന്നിച്ച് പാടി മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നതിനാൽ ഞങ്ങൾ ഇതിന് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് ഓരോരുത്തരോടും ഇടപെടുമാറാകണം. ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ അവിടുത്തെ ശക്തി വ്യാപരിക്കുമാറാകണം. ഹല്ലേലൂയ, ശക്തി ലഭിച്ചവരായി, ബലം ധരിച്ചവരായി, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവിടുത്തെ കൃപ ലഭിച്ചവരായി, ഹല്ലേലൂയ, അവിടുത്തെ പ്രത്യേക ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കേണ്ടതിനായിട്ട് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, അവിടുത്തെ വചനവുമായിട്ട് അനേകരോട് അവിടുത്തെ സ്നേഹം, ഞങ്ങളെ ക്രൂശിൽ വീണ്ടെടുത്ത സ്നേഹം അനേകരെ അറിയിക്കുവാൻ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് അനേകരിലേക്ക് പകരപ്പെടുവാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ച് ശക്തീകരിച്ച്, കർത്താവെ, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഗ്രേസ് കമ്മീഷൻ അത് അനേകരിലെത്തിക്കുവാൻ, ആ ക്രൂശിൻ്റെ മഹത്വം എന്താണെന്ന് അനേകരോട് പങ്കുവയ്ക്കുവാൻ നീ ഞങ്ങളെ ശക്തീകരിച്ച്, കർത്താവെ, വരും ദിനങ്ങളിൽ അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ സമർപ്പിച്ച് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ ശക്തീകരിച്ചാണ് അവിടുത്തെ സന്നിധിയിലെ സന്തോഷം ഞങ്ങൾ അനുഭവിച്ച് വീണ്ടും അങ്ങേ പാടി മഹത്വപ്പെടുത്തുവാൻ, ഹല്ലേലൂയ, അവിടെ ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൊയർ ഒരു പാട്ടുകൂടെ ഇപ്പോൾ പാടും. ഹല്ലേലൂയ, എൻ്റെ ബലമായ കർത്തനൻ ശരണമതാകിയാൽ പാടിടും ഞാൻ ഉലകിൽ എന്നുള്ള പാട്ട് ചേർന്ന് പാടുമ്പോൾ നമുക്കെല്ലാവർക്കും വീണ്ടും ഹല്ലേലൂയ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ ബലമായ കർത്തനൻ ശരണമതാകിയാൽ പാടിടും ഞാൻ ഉലകിൽ. എൻ്റെ ബലമായ കർത്തനിൻ ശരണമതാകിയാൽ പാടിടും ഞാൻ ഉലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കെൻ പ്രിയൻ, ചാരിടും ഞാൻ അവനിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കെൻ പ്രിയൻ, ചാരിടും ഞാൻ അവനിൽ. ഹല്ലേലൂയ, ഗീതം
പ്രിയൻ തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നെ. ഉള്ളം കരത്തിൽ വരച്ചവൻ ഓർമ്മിക്കതീശത്താൻ എന്നുടെ ആശ്വാസകൻ. ഉള്ളം കരത്തിൽ വരച്ചവൻ ഓർമ്മിക്കതീശത്താൻ എന്നുടെ ആശ്വാസകൻ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിത യാത്രയതിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിത യാത്രയതിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. മാറും മനുഷ്യരെല്ലാം മഹിതലമതു തീജ്വാലക്കിരയായി മാറുകിലും. മാറും മനുഷ്യരെല്ലാം മഹിതലമതു തീജ്വാലക്കിരയായി മാറുകിലും. തിരുവാഗ്ദത്തങ്ങൾക്കേതും മാറ്റം വരില്ലവൻ വരവിൻ നാളാസന്നമായി. ഹല്ലേലൂയ. തിരുവാഗ്ദത്തങ്ങൾക്കേതും മാറ്റം വരില്ലവൻ വരവിൻ നാളാസന്നമായി. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിത യാത്രയതിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിത യാത്രയതിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും. എന്റെ ബലമായ കർത്തൻ, എന്റെ ബലമായ കർത്തനിൽ ശരണമതാകയാൽ പാടിടും ഞാനുലകിൽ. എന്റെ ബലമായ കർത്തനിൽ ശരണമതാകയാൽ പാടിടും ഞാനുലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കെൻ പ്രിയൻ, ചാരിടും ഞാനവനിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കെൻ പ്രിയൻ, ചാരിടും ഞാനവനിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിത യാത്രയതിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിത യാത്രയതിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഒന്നിച്ച് പാടി മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ ആരാധിപ്പാൻ, ഹല്ലേലൂയ, അങ്ങയുടെ മഹിമ കണ്ട സാക്ഷികളായി അങ്ങേ സ്തുതിപ്പാൻ ഈ അനുഗ്രഹീത ദിവസവും നീ ഞങ്ങളെ സഹായിക്കുന്നതോർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് കർത്താവ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. മനുഷ്യരായി കർത്താവെ ഈ ലോകത്തിൽ അങ്ങ് അവതരിച്ചു. മക്കൾ ജഡരക്തങ്ങളുള്ളവരാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ, ഹല്ലേലൂയ, അങ്ങയുടെ മരണത്താൽ കർത്താവെ സ്തോത്രം നീക്കി മരണഭീതിയിൽ കഴിഞ്ഞിരുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് വിടുവിച്ചുവെന്ന് ഞങ്ങൾ തിരുവചനത്തിൽ വായിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു, ഞങ്ങളെ സ്നേഹിച്ചു. കർത്താവെ, അനന്തമായ സ്നേഹം നിമിത്തം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിൽ അവതരിച്ചു. ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ അനുഗ്രഹീത ദിവസം അങ്ങേ പാടി മഹത്വപ്പെടുത്തുവാൻ, ഞങ്ങളെ വീണ്ടെടുത്ത വിധങ്ങൾ ഓർത്ത് അങ്ങേ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും ഒന്നിച്ച് ഞങ്ങൾക്ക് തരുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, അവിടുത്തെ ബലം ധരിച്ചവരായി, ഹല്ലേലൂയ, അവിടുത്തെ മഹിമ കണ്ട സാക്ഷികളായി കർത്താവിനെ ആരാധിക്കുവാൻ വീണ്ടും ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഒന്നിച്ച് അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കേണ്ടതിനായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെയിരിക്കും. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് കർത്താവിനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടായിരിക്കുമ്പോൾ തന്നെ തിരുവചന വായനയ്ക്കായിട്ട് നമ്മൾ പോവുകയാണ്. ഇന്ന് ബൈബിൾ റീഡിങ്ങിനായിട്ട് ബ്രദർ ആൻ്റണി എസ് എ, ട്രിവാൻഡ്രത്തു നിന്നും ബ്രദർ ആൻ്റണി എസ് എ മുന്നോട്ട് കടന്നു വരികയും ചേർന്ന് നമ്മൾ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ബ്രദർ ആൻ്റണി തിരുവചനത്തിൽ നിന്ന് വായിച്ച് നമ്മെ സഹായിക്കുകയും ചെയ്യും. ബൈബിൾ റീഡിംഗ് ബ്രദർ ആൻ്റണി എസ് എ. ഹല്ലേലൂയ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 4 അധ്യായം. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണം എന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ചു പ്രബോധിപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെപ്പോലെ കാമവികാരത്താലത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരരെ ചതിക്കുകയും അരുത്. ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ ഈ വകയ്ക്ക് ഒക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെ അല്ല, തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. സഹോദര പ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. അന്യോന്യം സ്നേഹിക്കുവാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കെദോന്യയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ ആചരിച്ചും പോരുന്നുവല്ലോ. എന്നാൽ സഹോദരന്മാരെ, അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരണം എന്നും പുറത്തുള്ളവരോടും മര്യാദയായി നടക്കുവാനും ഒന്നിനും മുട്ടില്ലാതിരിക്കുവാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണം എന്നും നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെ ഇല്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചുകൊള്ളുവിൻ. വായിച്ച് കേട്ട അനുഗ്രഹീതമായ വേദഭാഗത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ ആ വേദഭാഗം നമ്മളോട് തുടർന്നും സംസാരിച്ചു കൊണ്ടായിരിക്കട്ടെ. ഈ ദിനങ്ങളിലൊക്കെ ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒന്നിച്ച് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ തലയെ വണക്കുവാൻ പോവുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾ, ജനറലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ നാം ചേർന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മളായിരിക്കുന്നുവെങ്കിലും ഒരു മനസ്സോട് നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളിലും കഴിഞ്ഞ നാളുകളിൽ കർത്താവ് മറുപടി തന്ന് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 5 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാം തുടർമാനമായി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത്. ആ 5 കാര്യങ്ങൾ വീണ്ടും
കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. പ്രാരംഭമായിട്ട് നാം പ്രാർത്ഥിക്കുന്നത് കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണീയ പ്രവൃത്തി അത് ലോകമെമ്പാടും എത്തിക്കുവാൻ അനുഗ്രഹത്തോട്, അഭിഷേകത്തോട്, അധികാരത്തോട് ആ സത്യസുവിശേഷത്തെ ലോകത്തെ അറിയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് ദൈവിക ശക്തി നമ്മുടെ മൺകൂടാരങ്ങളിൽ പകർന്ന് അനുഗ്രഹത്തോട്, അഭിഷേകത്തോട് കർത്താവിൻ്റെ സുവിശേഷം ആ സേവ ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ദൗത്യം ഏറ്റെടുത്ത് ദ ഗേറ്റ് മിനിസ്ട്രീസിൽ പ്രവർത്തിക്കുന്ന എല്ലാ പോഷക സംഘടനകളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദ ഗേറ്റ് ചർച്ചിനായിട്ട് പ്രാർത്ഥിക്കാം. ദ ഗേറ്റ് മിനിസ്ട്രീസിലൂടെ നടക്കുന്ന എല്ലാ യൂട്യൂബ്, മറ്റ് സോഷ്യൽ മീഡിയകളിൽ കൂടെ നടക്കുന്ന മിനിസ്ട്രികൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ തുറന്നൂസിൻ്റെ പാഠശാല എന്ന ബൈബിൾ ക്ലാസ്സിനായിട്ട്, അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന മാസ്റ്റർ ക്ലാസ്സിനായിട്ട്, ഹിന്ദി സെഷനായിട്ട്, TGTVക്കായിട്ട് ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷികളായി ആ ക്രൂശിൻ്റെ സുവിശേഷം ലോകത്തിലെത്തിക്കുവാനായി ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തത്തെ നിറപടിയോട് നിവർത്തിക്കുവാൻ എല്ലാവർക്കും ദൈവം വേണ്ടുന്ന കൃപ പകരേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമതായി, പല സ്ഥലങ്ങളിൽ ലോക്കൽ ചർച്ചുകൾ ആരംഭിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. അവിടെയൊക്കെയും അതിൻ്റെ മുഖാന്തരങ്ങൾ കർത്താവ് ഒരുക്കി തരേണ്ടതിനായിട്ട്, അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ ആ സ്ഥലങ്ങളിലൊക്കെ കർത്താവ് കൽപ്പിച്ചാക്കേണ്ടതിനായിട്ട്, വലിയ കൊള്ള കണ്ടുകെട്ടിയവരെ പോലെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, മഹിമ കണ്ട സാക്ഷികളായ ആ ദേശങ്ങളിലൊക്കെ കർത്താവിൻ്റെ സാക്ഷ്യവുമായി നിൽക്കുവാൻ അനേകരെ കർത്താവ് ഉയർത്തേണ്ടതിനായിട്ട്, അനേക ലോക്കൽ സഭകൾ സ്ഥാപിക്കപ്പെടേണ്ടതിനായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതിലൊക്കെ കർത്താവിൻ്റെ കരം അനുകൂലമായി കാണട്ടെ. അതുപോലെ തന്നെ ഈ നമ്മുടെ ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ ഭാഗമായി, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭയുടെ ഭാഗമായി നമ്മുടെ സഹോദരങ്ങളായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേകർ നമ്മളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. അവരെയൊക്കെ ദൈവം എല്ലാ നന്മകളാലും നിറയ്ക്കേണ്ടതിനായിട്ട്, കഴിഞ്ഞ ഒരു സംവത്സരം മുഴുവനും കാത്തു പരിപാലിച്ച ദൈവം അനുഗ്രഹത്തോടെ പുതുവർഷത്തിലും അവരെ നടത്തേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പലരെ രോഗങ്ങളിലെ പ്രയാസങ്ങളിൽ ഭാരപ്പെടുന്നവർ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഇടയിൽ വന്നിരിക്കുന്ന ആ ഒരു കോവിഡിൻ്റെ ബാധയാൽ അനേകർക്ക് വീണ്ടും പ്രയാസത്തിലായിരിക്കുന്നു. അവരെയൊക്കെ ദൈവം പരിപൂർണമായിട്ട് സൗഖ്യമാക്കേണ്ടതിനായിട്ട് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആ ഒരു കരം തൊട്ട് അവർ പരിപൂർണ സൗഖ്യവും വിടുതലും പ്രാപിക്കുവാനായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മറ്റ് പല തീരാരോഗങ്ങളാൽ, പല പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്. എല്ലാവരെയും ദൈവം സൗഖ്യമാക്കേണ്ടതിനായിട്ട്, വിടുതലയക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റ് പല പ്രയാസങ്ങളിൽ ഹല്ലേലൂയ സാമ്പത്തികമായിട്ട്, മാനസികമായിട്ടൊക്കെ ഭാരപ്പെടുന്നവരുണ്ട്. അവരെയൊക്കെ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാൻ, വിടുതലും സൗഖ്യവും സമാധാനവും ഒക്കെ ഈ ദിവസങ്ങളിൽ അവർ അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ പലരും ദൈവിക നന്മകൾ അനുഭവിച്ചവർ നന്ദി വാചകങ്ങളാൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് അനേകർ ആവശ്യപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കുമായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്പോൾ തന്നെ ഈ വിശുദ്ധ സഭായോഗത്തിൽ പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മളോടൊപ്പം ചേർന്ന് പ്രാർത്ഥനയ്ക്കായി തലവണക്കിയിരിക്കുന്നവർക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, അവരുടെ കർത്താവ് ഇടപെടേണ്ടതിനായിട്ട്, ഹല്ലേലൂയ, അവരുടെ മേൽ ദൈവത്തിൻ്റെ കരം വയ്ക്കപ്പെടേണ്ടതിനായിട്ട്, എന്ത് വിഷയവുമായിട്ട് അവർ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നു നമ്മൾ അറിയുന്നില്ലെങ്കിലും നമ്മുടെ ഉൾപ്പൂവുകളെ, നനവുകളെ നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് അവർ നിൽക്കുന്നത്. ഹല്ലേലൂയ, നമ്മെ മെടഞ്ഞവൻ, നമ്മെ ഉള്ളതുപോലെ അറിയുന്ന, നന്നായി അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. അവരോട് ദൈവം ഇടപെടേണ്ടതിനായിട്ട്, അവരുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പരിപൂർണ്ണ വിടുതലും സൗഖ്യവും സമാധാനവും കർത്താവ് അയക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകൾ വലിയ അനുഗ്രഹമായി തീരുവാൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുള്ള സന്തോഷം അനുഭവിപ്പാൻ, കർത്താവിൻ്റെ സന്നിധിയിലെ മഹിമ കണ്ട സാക്ഷികളായിട്ട് കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസമെന്ന് പറയുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്ന ഈ വിഷയങ്ങളെല്ലാം ചേർത്ത് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും തൃക്കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തൃക്കരം അതിൻ്റെ മേൽ വയ്ക്കുമാറാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അതിന്മേൽ അവിടുത്തെ മറുപടി അയച്ച്, അവിടുന്ന് വിടുതലും സൗഖ്യവും സമാധാനവും അയച്ച്, ഹല്ലേലൂയ, ഞങ്ങളെ മാനിച്ച് ഞങ്ങളുടെ മുഖത്തെ ആദരിച്ച ദൈവം, ഹല്ലേലൂയ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിലും അവിടുത്തെ കരം അനുകൂലമായി കാണുവാനായിട്ട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ, അവിടുന്ന് ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്നു. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ, കർത്താവെ, ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം കർത്താവ് അറിയുന്നു. അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ ഒന്നിച്ച് സഹായിച്ചാട്ടെ.
പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്ന നിങ്ങളുടെ സഹോദരി സൗഹൃദങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇന്നത്തെ മീറ്റിങ്ങിൽ പല വിഷയങ്ങളുമായി തലവണക്കിയിരിക്കുന്നവരെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് തൃക്കരം വയ്ക്കുമാറാകണം. അവിടുത്തെ ഹല്ലേലൂയ നന്മകൾ അനുഭവിപ്പാൻ ഞങ്ങളെ വീണ്ടും സഹായിക്കും. തുടർന്ന് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടായിരിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുറ്റും മുഴുവനുമായിട്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഈ സംവത്സരത്തിലെ അവസാന ദിനങ്ങളിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഇത്രത്തോളം ദൈവം നമ്മളെ നടത്തി പരിപാലിച്ചു. കഴിഞ്ഞ നാളുകളിൽ നടത്തിയ എല്ലാ വിധങ്ങളെയും ഓർത്ത് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ദൈവഹിതമായാൽ നമുക്കൊരു സൺഡേ കൂടെ ഈ സംവത്സരത്തിൽ ലഭിക്കും. അതിനുശേഷം നാം കർത്താവ് അനുവദിച്ചാൽ ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുവാനായിട്ട് പോവുകയാണ്. അനുഗ്രഹത്തോട് കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷികളായി ഹല്ലേലൂയ കർത്താവിന് കൊള്ളാവുന്നവരായി നിൽക്കുവാൻ, എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥനയോട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കാം. ഇന്ന് നാം ക്രിസ്മസിൻ്റെ തലേനാൾ, നാളെ ക്രിസ്മസ് ആണല്ലോ. ഇന്ന് ക്രിസ്മസ് ഈവായിട്ടൊക്കെ ലോകം ദൈവത്തിൻ്റെ ജന്മപ്പെരുന്നാളിനെ ആഘോഷിക്കുന്ന ദിനമാണല്ലോ. നാളെ ക്രിസ്ത്യൻഡം ഒട്ടടങ്കം കർത്താവിൻ്റെ ജന്മപ്പെരുന്നാൾ എന്ന നിലയിൽ ഒരു വലിയ ആഘോഷമായിട്ട് ആഘോഷിക്കുന്ന ദിനമാണല്ലോ. എന്നാൽ ഇന്ന് ഞായറാഴ്ച കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും എന്താണ് കർത്താവിൻ്റെ ജന്മപ്പെരുന്നാൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ ജഡാവതാരത്തിൻ്റെ പർപ്പസ് എന്താണ്, അതിൻ്റെ ശ്രേഷ്ഠത എന്താണ് എന്ന് മനസ്സിലാക്കി കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവം നമുക്ക് തരുന്ന ഈ വലിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മൾ യഥാർത്ഥമായിട്ട് എന്താണ് ക്രിസ്മസ്, എന്താണ് കർത്താവിൻ്റെ ഈ ലോകത്തിലെ ജഡാവതാരത്തിൻ്റെ പർപ്പസ്, അതിൻ്റെ ശ്രേഷ്ഠത, വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് ഹിസ് ഇൻകാർണേഷൻ അല്ലെന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ, എന്തിനാണ് കർത്താവ് ഈ ലോകത്തിൽ വെളിപ്പെട്ടത് എന്ന് വാസ്തവമായിട്ട് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെ ഇന്നത്തെ പകലിൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്താണ് ദൈവത്തിൻ്റെ ജനനത്തിൻ്റെ പർപ്പസ്? നാളെ ക്രിസ്മസ് ആണല്ലോ. ഇന്ന് ആ വിഷയം നമുക്ക് അല്പമായിട്ടൊന്ന് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഇന്ന് നമ്മൾ ക്രിസ്ത്യൻഡത്തോട് ചോദിച്ചാൽ, ഇന്ന് ക്രിസ്ത്യാനികളെ 1000 പേരെ എടുത്തിട്ട് എന്താണ് താങ്കൾ ഈ ഇത്ര സന്തോഷത്തോടു കൂടി ക്രിസ്മസ് എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടനേകം പേർക്കും അതിനെക്കുറിച്ച് അറിയത്തില്ല. ആകെ അവർക്കറിയാവുന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്, കർത്താവ് ലോകത്തിലേക്ക് വന്നു, പാപികളായിരുന്നു, നമ്മളെ വീണ്ടെടുത്തു എന്നൊക്കെ ഒരു പക്ഷെന്നുണ്ടെങ്കിൽ ചിലർ പറഞ്ഞിരിക്കാം. എന്നാൽ ആക്ച്വലി എന്താണ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഹിസ് ഇൻകാർണേഷൻ? ജഡാവതാരം, കർത്താവ് ഈ ലോകത്തിൽ വെളിപ്പെട്ടതിൻ്റെ പർപ്പസ് എന്താണ്? ഗാഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. എന്തിനാണ് കർത്താവ് ഈ ലോകത്തിൽ വെളിപ്പെട്ടതെന്ന് നമുക്ക് ചേർന്ന് എന്താണ് ലോകത്തിൽ ആക്ച്വലി ക്രിസ്മസ് എന്ന് നമ്മൾ മനസ്സിലാക്കി കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് പോവുകയാണ്. ഞാൻ ഈ ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കല്ല. നമ്മൾ ഈ പറയുന്ന നാളെ നടക്കാൻ പോകുന്ന ക്രിസ്മസോ ഈ കാര്യങ്ങളോ ഒന്നും അല്ല ആക്ച്വലി സത്യത്തിലെ ദൈവത്തിൻ്റെ ജഡാവതാരം, കർത്താവിൻ്റെ ഈ ലോകത്തിലെ ജഡാവതാരം എന്ന് പറയുന്നത്. അവതാരം എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടതിനെയാണ്. ആ വാക്കുകളെ അധികം ശ്രദ്ധിക്കേണ്ട. ഇൻകാർണേഷൻ എന്ന് പറയാറുണ്ട്, അതുകൊണ്ട് തന്നെ അതിനെ മാനിഫെസ്റ്റേഷൻ എന്നും പറയാറുണ്ട്. വെളിപ്പെട്ടത്, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ. അതിൻ്റെ പർപ്പസ് എന്തായിരുന്നു എന്ന് ഒന്നിച്ച് നാം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഈ ക്രിസ്മസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഈ കാണുന്ന ആഘോഷങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ഈ കൂടിവരവുകളോ ഈ ബഹളങ്ങളോ ഈ സെലിബ്രേഷൻസോ ഒന്നും അല്ല ഞാൻ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. അതെല്ലാം റോമൻ പാഗൻ ഉപദേശങ്ങളിൽ നിന്ന്, അതായത് പാഗൻ മതം, റോമൻ പാഗനിസം, അതിൽ നിന്നും വന്നുകൂടിയിരിക്കുന്ന ആചാരങ്ങളുടെ ഭാഗമാണ്. ഇതൊന്നും ബിബ്ലിക്കൽ അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസംബർ 25 തന്നെ കർത്താവ് ഈ മാസങ്ങളിലോ ഈ സമയങ്ങളിലോ ഒന്നും കർത്താവ് ജനിച്ചിട്ട് തന്നെ ഇല്ല എന്ന് നമുക്ക് തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. കർത്താവ് ലോകത്തിൽ അവതരിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലോ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലോ ആയിരിക്കാനാണ് ചാൻസ് എന്നുള്ള ശക്തമായ വാദം വളരെ വാസ്തവമാണ്. പിന്നെന്താണ് ഈ ഡിസംബർ 25 ഈ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതെല്ലാം റോമൻ
പാഗൻ വിശ്വാസത്തിൽ നിന്നും അവരുടെ മതത്തിൽ നിന്നും വന്നിരിക്കുന്ന ആരാധന. അവർ ക്രിസ്ത്യാനികളായിട്ട് ക്രിസ്തന്തിനോസിൻ്റെ കാലത്ത് അവർ കൺവേർട്ടായി ക്രിസ്ത്യൻസ് ആയി കഴിഞ്ഞപ്പോഴത്തേന് അവരുടെ ഇടയിലുണ്ടായിരുന്ന സെമിറാമീസിൻ്റെയും തമ്മൂസിൻ്റെയും ആരാധന. ആ തമ്മൂസ് എന്ന് പറയുന്നത് സെമിറാമീസിൻ്റെ മകൻ, അമ്മയും കുഞ്ഞും. ആ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിട്ട് അവൻ്റെ ജന്മദിനമായിട്ട് ആഘോഷിച്ചിരുന്നൊരു ദിവസമാണ് ചരിത്രത്തിൽ ഈ ഡിസംബർ മാസത്തിലുണ്ടായിരുന്ന വലിയ ആരാധന. എന്നാൽ അത് പിന്നീട് അവർ ഒന്നടങ്കം യാതൊരു മനമാറ്റവും കൂടാതെ യഥാ രാജ തഥാ പ്രജ എന്ന രീതിയിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം അവരെല്ലാവരും ക്രിസ്ത്യാനികളായി മാറിക്കഴിഞ്ഞപ്പോഴത്തേന് അവരുടെ ഇടയിലുണ്ടായിരുന്ന ആരാധനകൾ ഓരോന്നോരോന്നായി ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്തണ്ടത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടക്കുവാനായിട്ടിടയായി. അങ്ങനെ കടന്നുകൂടിയ ആരാധനയുടെ ഭാഗമാണ് നാം അല്ലാതെ ഈ കാണുന്ന ഈ ക്രിസ്മസോ ക്രിസ്മസ് കാർഡോ ക്രിസ്മസ് ട്രീയോ ക്രിസ്മസ് കരോളോ ക്രിസ്മസ് ഫാദറോ ക്രിസ്മസ് നൈറ്റോ ക്രിസ്മസ് ഈവനിങ്ങോ ക്രിസ്മസിൻ്റെ ഡിന്നറോ ഇതൊക്കെയാണ്. ഈ ഒരു കാര്യങ്ങളും ബൈബിളുമായിട്ടോ കർത്താവ് ലോകത്തിൽ വെളിപ്പെട്ടതുമായിട്ടോ കർത്താവ് ലോകത്തിൽ അവതരിച്ചതുമായിട്ടോ ഒന്നും കുലബന്ധം പോലും ഉള്ള സംഗതികളല്ല. ഇതെല്ലാം ആ ആചാരത്തിൽ നിന്ന്, ആ റോമൻ പാഗൻ ജാതീയ ഉപദേശങ്ങളിൽ നിന്ന് അവർ ക്രിസ്ത്യാനികളായി മാറിയപ്പോൾ അവരുടെ ഇടയിൽ നിന്നും ക്രിസ്തു മതത്തിൽ കടന്നുകൂടിയ ഉപദേശങ്ങളുടെ ഭാഗമാണ്. ഞാൻ കർത്താവിൻ്റെ ജഡാവതാരം എന്നൊക്കെ പറയുമ്പോൾ നാളത്തെ ക്രിസ്മസിനെ എന്തോ പ്രകീർത്തിക്കുകയാണ് എന്നാരും വിചാരിക്കേണ്ട. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഗേറ്റ് മിനിസ്ട്രിയിൽ കൂടെ പ്രസംഗിക്കുന്നത് സത്യസുവിശേഷമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൻ്റെ ജഡത്തിലെ അവതാരം ഈ പ്രത്യേക ദിവസം ലോകമെമ്പാടും ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്താണ്, ആക്ച്വലി ജഡത്തിൽ അവതരിച്ചതിൻ്റെ പർപ്പസ് എന്താണ്, അതിൻ്റെ ശ്രേഷ്ഠത എന്താണെന്ന് നമ്മൾ ചേർന്ന് ആരാധിക്കുമ്പോൾ അതിനെ മനസ്സിലാക്കി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാകേണ്ടതിനായിട്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് അല്പം ഒന്ന് സംസാരിക്കാമെന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിച്ചത്. ഹല്ലേലൂയ. അതിന് ഒരല്പം തുടക്കം മുതലേ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ മഹിമ എന്താണ്, അതിൻ്റെ മഹത്വം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. കർത്താവ് ജഡത്തിൽ അവതരിച്ചത് എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മെ ദൈവമക്കളായി നിത്യം സ്വർഗത്തിൽ കർത്താവിൻ്റെ ആ ഒറിജിനൽ പർപ്പസ് പോലെ നമ്മെ സൃഷ്ടിക്കുമ്പോൾ നിത്യം കർത്താവിനോടൊപ്പം നിത്യതയിൽ വാഴുവാനായിട്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചു. ആ ഒരു പദ്ധതിയിലേക്ക് നമ്മളെ തിരികെ വീണ്ടെടുക്കുവാൻ കർത്താവ് ലോകത്തിൽ അവതരിക്കുകയാണ്. ഞാനൊരല്പം ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യങ്ങളെ പറഞ്ഞു തരാം. അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ആ മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തുടക്കം മുതലേ ഈ കാര്യത്തെ നാം മനസ്സിലാക്കണം. അതായത് നമ്മുടെ പൂർവ്വപിതാക്കന്മാരായിരുന്ന ആദം ഹവ്വ ദമ്പതിമാർ ഏദനിൽ ദൈവകൽപ്പന ലംഘിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് വെളിയിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവം അവരോട് കൽപ്പിച്ചിരുന്നത് ഏദനിലുള്ള ഒരു വൃക്ഷത്തിൻ്റെ, അതായത് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് ദൈവം അവരോട് കൽപ്പിച്ചെങ്കിലും സാത്താൻ അവരെ വഞ്ചിക്കുകയും അവർ ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുകയും ചെയ്തതിന് പ്രകാരം ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ദൈവം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം അവർ തിരിച്ച് വീണ്ടും തോട്ടത്തിലേക്ക് കയറാതിരിക്കുവാനായി കെരൂബുകളെ, ദൂതന്മാരെ തിരിയുന്ന വാളിൻ്റെ ജ്വാലയുമായി അതിൻ്റെ കിഴക്കേ വാതിക്കൽ കാവൽ നിർത്തി തിരിച്ചവർ ഉള്ളിൽ കയറി തിരികെ തോട്ടത്തിലേക്ക് കയറാതിരിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം ആ തോട്ടം അടച്ചു. ഹല്ലേലൂയ. ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അനേകരെ ക്രിസ്ത്യാനികൾ തന്നെ ചിന്തിക്കാറുണ്ട്, പറയാറുണ്ട്, ദൈവം എന്ത് കഠിനമായിട്ടാണ് ആദം ഹവ്വ ദമ്പതികളോട് ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അവരതിൽ നിന്ന് അതിൻ്റെ ഫലം കഴിച്ചു. അതത്ര വലിയ അന്യായമാണോ? ദൈവം പറഞ്ഞ ആ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചു എന്നുള്ളൊരു തെറ്റല്ല അവർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് പുറത്താക്കി അവർക്ക് മരണം എന്ന വലിയ ശിക്ഷ ദൈവം കൊടുക്കുന്നു. അതിലൊക്കെ ദൈവം എത്ര കഠിനമായിട്ടാണ് ആദമിനോട് ഇടപെട്ടിരിക്കുന്നത്. അതിനുശേഷം അവിടെ തിരിയുന്ന വാളുമായിട്ട് കെരൂബുകളെ കാവൽ നിർത്തുന്നു. എന്നാൽ ദൈവത്തിന് ഈ കെരൂബുകളെ ആദ്യം തന്നെ ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കാവൽ നിർത്തിയിരുന്നെങ്കിൽ ഇവർ ഈ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കാതെ ഇരുന്നതിനെയുമല്ലോ, ഈ പ്രശ്നങ്ങളൊന്നുമില്ലാതിരുന്നതിനെയും അവരെന്നും നിത്യം ദൈവത്തോടൊപ്പം സ്വർഗത്തിൽ വാഴുമായിരുന്നല്ലോ. അങ്ങനെ ദൈവത്തിന് ചെയ്തുകൂടായിരുന്നോ എന്നൊക്കെ പലരും ക്രിസ്ത്യാനികൾ തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം.
എന്നാൽ ദൈവം നീതിമാനാണ്. അന്യായമായിട്ടും അനീതിയിൽ കൂടെയും ദൈവം ഒന്നും ചെയ്യത്തില്ല. ദൈവം ഫ്രീ വില്ലിന്, നമ്മുടെ ഇഷ്ടത്തിന് ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് നോക്കുവാൻ ദൈവത്തെ സ്നേഹിക്കുന്ന ജനത്തെ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവം ആ ഒരു ഫ്രീ വില്ലിന്, സ്വന്തം ഇഷ്ടത്തിന്, പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് ദൈവം നമ്മളെ വിട്ടു തന്നിരിക്കുക. ഹല്ലേലൂയ. ഇവിടെ ദൈവം നമ്മളെ ആ ഏദൻ തോട്ടത്തിൽ നിന്ന് വെളിയിലൊക്കെ ആക്കുമ്പോഴും ആ പാപത്തിൻ്റെ ശമ്പളമായിട്ട് മരണം എന്ന ശിക്ഷ കടന്നു വരുമ്പോഴും ഒക്കെ നാം വിചാരിക്കുന്നത് പോലെ ദൈവം നമുക്ക് എതിരായിട്ട് തിരിയുകയല്ല. ആക്ച്വലി ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്ന പോലെ, അതായത് നിർഭാഗ്യം എന്ന് നമ്മൾ വിചാരിക്കുന്നത് പിന്നെ ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് അത് ഉരുത്തിരിഞ്ഞു വരുന്നത്, അങ്ങനെ ആയിത്തീരുന്നത്, നിർഭാഗ്യം എന്ന് വിചാരിച്ചത് ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് ആയിത്തീരുന്നത് പോലെ ദൈവം നമ്മളെ ഈ ഏദനിൽ നിന്ന് വെളിയിലാക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ഭാഗ്യകരമായ അവസ്ഥയാണ്. ദൈവം നമ്മളെ ഏത് പർപ്പസിലേക്ക് സൃഷ്ടിച്ചോ, ആദിയിൽ ദൈവം എന്തിനു വേണ്ടി നമ്മളെ സൃഷ്ടിച്ചോ ആ ഒരു പർപ്പസിലേക്ക് നമ്മളെ മടക്കി കൊണ്ടുവരുവാനായിട്ട് സാത്താനാൽ വഞ്ചിതരായിപ്പോയ നമ്മെ തിരികെ വീണ്ടെടുത്ത് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഒറിജിനൽ പർപ്പസിലേക്ക് നമ്മളെ തിരികെ കൊണ്ടുവരുവാനുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ദൈവം നമ്മളെ ഏദനിൽ നിന്ന് വെളിയിലാക്കുന്നത്. കാര്യങ്ങളെ മുഴുവനായിട്ട് നമ്മൾ അറിയാത്തതുകൊണ്ട് നമ്മൾ അനേകർ പറയാറുണ്ട്, ദൈവത്തെ തന്നെ പഴിചാരാറുണ്ട്. ദൈവം നമ്മളെ വെളിയിലാക്കി കളഞ്ഞു. ആദം ഹവ്വ ദമ്പതികളോട് വളരെ കഠിനമായിട്ടാണ് ദൈവം ആ വിഷയത്തിൽ ഇടപെട്ടത് എന്നൊക്കെ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ഈ മുഴുവനായിട്ടുള്ള ഒരു പിക്ചർ ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലായി കഴിയുമ്പോൾ കരുണാമയനായ ദൈവം, ഹല്ലേലൂയ, നമ്മളെ വീണ്ടെടുക്കുവാൻ, ഉലക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ വീണ്ടെടുക്കുവാൻ ദൈവം ചെയ്ത കാര്യങ്ങളെ അറിഞ്ഞു കഴിയുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടെ തുള്ളിച്ചാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജഡാവതാരം എന്തിനു വേണ്ടിയിട്ടാണ് എന്നാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആദം ഹവ്വ ദമ്പതിമാരെ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി അവർ തിരിച്ചകത്ത് കയറാതിരിക്കുവാൻ തിരിയുന്ന വാളുമായിട്ട് ദൂതന്മാരെ അവിടെ കാവൽ നിർത്തിയിരിക്കുക. അവർക്ക് ദൈവം ഒരു വലിയ ശിക്ഷ കൽപ്പിക്കുക. അതായത് പാപത്തിൻ്റെ ശമ്പളമായി മരണം കടന്നു വരിക. റോമാലേഖനം 6:23 പറയുന്നത് പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ഹല്ലേലൂയ. ആ ഒരു പാപത്തിൻ്റെ ഫലമായിട്ട് മരണം കടന്നു വരികയും നമ്മൾ മരിക്കുവാനായിട്ട് ഇടയായി തീരുകയും ചെയ്യുക. അന്ന് മുതൽ നമ്മൾ മരിച്ച് മൺമറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു പക്ഷെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സീരിയസ്നെസ് അറിയത്തില്ല. ഈ വൃക്ഷം, ആ ഏദനിൽ നിൽക്കുന്ന വൃക്ഷം തന്നെ, അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 വൃക്ഷമാണ് നിൽക്കുന്നത്. ഒന്ന് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം. നമ്മൾ അത് തിന്നരുതെന്നാണ് ദൈവം വിലക്കിയിരുന്നത്. അപ്പോൾ തന്നെ ആ തോട്ടത്തിൽ അതിൻ്റെ അടുത്ത് ജീവവൃക്ഷം എന്ന് പറയുന്ന വേറൊരു വൃക്ഷമുണ്ട്. നമ്മൾ പാപിയായിപ്പോയി, പാപം ചെയ്തു, ദൈവിക കൽപ്പന ലംഘിച്ച് പാപിയായി തീർന്നു. തിരിച്ച് നാം അകത്ത് കയറി, തോട്ടത്തിൽ കയറി ഈ ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ തിന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? നാം നിത്യം പാപിയായിട്ട് തുടരുന്നൊരവസ്ഥയിലേക്ക് മാറും. ഇത് ജീവൻ്റെ വൃക്ഷമാണ്. ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ തിന്നു കഴിഞ്ഞാൽ നാം പാപിയായി ഓൾറെഡി ആ പാപ അവസ്ഥയിൽ നമുക്ക് നിത്യജീവനിലേക്ക് കടക്കേണ്ടതായിട്ട് വരും. പിന്നെ ദൈവം തമ്പുരാന് പോലും നമ്മെ വീണ്ടെടുക്കുവാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിൻ്റെ ഒറിജിനൽ പർപ്പസിലേക്ക് നിത്യം ദൈവദൂതന്മാരെക്കാൾ വാഴുന്ന നിലയിൽ ദൈവത്തിൻ്റെ കൂട്ടവകാശികളായി സ്വർഗത്തിൽ നിത്യം നമുക്ക് വാഴുവാൻ, അല്ലെന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന പദ്ധതിയിൽ നിത്യം വാഴുവാൻ നമുക്ക് കഴിയാതെ പോകും. അതുകൊണ്ടാണ് ദൈവം ദൂതന്മാരെ കാവൽ നിർത്തി നാം തിരികെ ഏദൻ തോട്ടത്തിൽ കയറാതിരിക്കാനും ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ തിന്നാതിരിക്കുവാനും വേണ്ടി ദൈവം അത് നമുക്ക് വിലക്കുന്നത്. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് വായിച്ച് കേൾപ്പിക്കാം. യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. ദൈവത്തിൽ തൃത്വമാണ്, ദൈവത്തിൻ്റെ തൃത്വത്തെയാണ് കാണിക്കുന്നത്. നമ്മിൽ ഒരുവനെ പോലെ ആയി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവനിൽ ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. പാപിയായിട്ട് ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ തിന്നു കഴിഞ്ഞാൽ എന്നേക്കും പാപിയായിട്ട് ജീവിക്കേണ്ടതായിട്ട് വരും. പിന്നെ ദൈവത്തിന് പോലും നമുക്കൊരു മറുവില കൊടുത്ത് നമ്മളെ വീണ്ടെടുക്കുവാൻ കഴിയത്തില്ല. നമ്മളെ തിരികെ റിഡീം ചെയ്യുവാൻ ദൈവത്തിന് പോലും കഴിയത്തില്ല. അടുത്ത വാക്യം, അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവൻ്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക്
കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി. യാതൊരു കാരണവശാലും അവർ തിരിച്ച് തോട്ടത്തിൽ കയറാതിരിക്കാൻ. എന്തുകൊണ്ട്? ഈ ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ തിന്നാതിരിപ്പാൻ. അങ്ങനെ തിന്നാൽ അവർ നിത്യം പാപിയായിട്ട് നിത്യതയിൽ തുടരേണ്ടതായിട്ട് വരും. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി എന്താ? ദൈവത്തോടൊപ്പം ദൂതന്മാരെ വാണുകൊണ്ട് നാം നിത്യം സ്വർഗത്തിൽ വാഴുന്ന ദൈവിക പദ്ധതിയാണ്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം സകലതും സൃഷ്ടിച്ചത്. ആകാശവും ഭൂമിയും ഈ ഉലകത്തിൽ കാണുന്ന സകല സംഗതികളും സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയിട്ടാണ്. ഓരോന്നും സൃഷ്ടിക്കുമ്പോൾ ദൈവം അത് നല്ലതെന്ന് കണ്ടു എന്ന് പറയുന്നത് സൃഷ്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇത് തരക്കേടില്ലല്ലോ എന്ന് ദൈവത്തിന് തോന്നിയതല്ല. ദൈവം 6-ാമത്തെ ദിവസം സൃഷ്ടിപ്പാനിരിക്കുന്ന മനുഷ്യന് നല്ലതെന്ന് കണ്ടു എന്നാണ് ഓരോ ദിവസത്തെ സൃഷ്ടിയും കഴിയുമ്പോൾ ദൈവം പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ അഖിലാണ്ടത്തിൽ കാണുന്ന സകലത്തെയും സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയിട്ടാണ്. ഒരു സംഗതി പോലും ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചതല്ല. ദൈവം അനാദിയായും ശാശ്വതമായും ദൈവമാണ്. ദൈവം ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തമില്ലാത്തവനുമാണ്. ദൈവം നിത്യനായ ദൈവമാണ്, നിത്യതയിൽ തുടരുന്ന ദൈവമാണ്. ദൈവത്തിന് ഒരു സൃഷ്ടിപ്പിൻ്റെയും ആവശ്യമില്ല, ആകാശത്തിൻ്റെയും ആവശ്യമില്ല, ഭൂമിയുടെയും ആവശ്യമില്ല, സ്വർഗവും വേണ്ട, നക്ഷത്രങ്ങളും സൂര്യചന്ദ്രാദികളും ഒന്നും തന്നെ ദൈവത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമില്ല. ഇത് മുഴുവനും മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണ്. നാം ഇതിൽ വാഴുവാനും നമ്മെ വീണ്ടെടുത്ത് ദൈവത്തോടൊപ്പം സ്വർഗത്തിൽ വാഴുന്ന ഒരു പുതിയ ഒരു ദൈവിക സ്വർഗീയ പദ്ധതിയാണ്. അതിൻ്റെ പ്രാരംഭമായിട്ട് ദൈവം നമ്മെ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം നമ്മളെ കൈവിട്ട് കളയുകയല്ല. ദൈവത്തിന് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളെ ഉപേക്ഷിക്കാം. പക്ഷേ ദൈവം നമ്മളെ സ്വന്തം ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങുന്നത് പോലെ അങ്ങനെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മെ ഏദനിൽ നിന്ന് പുറത്താക്കുന്നതും. ഹല്ലേലൂയ. റോമാലേഖനം 6:23 വായിക്കുമ്പോൾ നമുക്കറിയാം, പാപത്തിൻ്റെ ശമ്പളമായിട്ട് മരണം കടന്നു വരിക. അത് ഈ പാപത്തിൻ്റെ ശമ്പളമായിട്ട് നാം മരിക്കേണ്ടതായിട്ട് വരിക എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ആ പഴം തിന്നത് കാരണം മരിക്കേണ്ട ഗതികേട് വരെ വരികയാണെന്ന് നമ്മൾ ഒരു പക്ഷത്തുണ്ടെങ്കിൽ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അങ്ങനല്ല ആ വിഷയമൊന്നും. ഈ മരണം എന്നൊന്നും പറയുന്നത് ഒരു എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയല്ല, ശരിക്കും ഒരു വേർപാടാണ്. റോമാലേഖനം 6:23 പറയുന്നത് പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. അങ്ങനെ നാം പാപം ചെയ്തതുകൊണ്ട് ദൈവം നമുക്കൊരു മരണം തന്നിരിക്കുക. ഇത് ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്നതാണ്. നമുക്ക് അങ്ങനൊരു ശാപം കിട്ടിയെങ്കിലും അതൊരു വലിയ അനുഗ്രഹത്തിനായിട്ടാണ് ദൈവം നമുക്ക് മരണം തന്നിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് എന്ന് പറയുന്നത് നമ്മൾ മരിച്ചു കഴിയുമ്പോഴത്തേന് ആക്ച്വലി നമ്മുടെ അകത്തെ മനുഷ്യൻ നമ്മുടെ അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും തമ്മിലുള്ളൊരു വേർപാടാണ് അവിടെ ആക്ച്വലി സംഭവിക്കുന്നത്. നമ്മുടെ ഈ പുറത്തെ ശരീരം ഇത് പാപമയമായ ശരീരമാണ്, മുഴുവനും പാപത്തിലായിരിക്കുന്ന ജഡശരീരമാണ്. ഇതും നമ്മുടെ അകത്തെ മനുഷ്യനുണ്ട്. അതായത് ദൈവം നമ്മുടെ അകത്തെ ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് അവൻ്റെ മൂക്കിൽ ശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദേഹമായി തീരുകയല്ല, ദേഹിയായി തീർന്നു. നമ്മുടെ അകത്തെ മനുഷ്യനുമായിട്ട് ആ ദൈവത്തിന് ഇടപാടുള്ളത്, ദൈവത്തിന് സംബന്ധമുള്ളത്. നമ്മെ ഉള്ളതുപോലെ അറിയുന്നു. നമ്മുടെ അകത്തെ മനുഷ്യനെ ദൈവം അറിയുന്നു. ആ അകത്തെ മനുഷ്യനെ വയ്ക്കുവാനായിട്ട് ദൈവം സൃഷ്ടിച്ച ഒരു ചട്ടക്കൂടാണ് ഈ പുറത്തെ മനുഷ്യൻ. ഈ പുറത്തെ മനുഷ്യന് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഈ പുറത്തെ മനുഷ്യനും അകത്തെ മനുഷ്യനും ഒന്ന് വേർപെട്ട് കഴിഞ്ഞാൽ ദൈവത്തിന് അകത്തെ മനുഷ്യനെ റിഡീം ചെയ്യുവാൻ കഴിയും, ദൈവത്തിന് വീണ്ടെടുക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഇത് അകത്തെ മനുഷ്യനിൽ ഉള്ളിലിരിക്കുന്നിടത്തോളം കാലം അതിനെ വീണ്ടെടുക്കുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് നമ്മളെ വിട്ടൊന്ന് വേർപെടണം. ആ ഒരു വേർപാട് ഇതിനു വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് മരണം അനുവദിച്ചത് തന്നെ. ഈ പുറത്തെ ശരീരം അകത്തെ മനുഷ്യനെ വിട്ടു മാറിക്കഴിയുമ്പോൾ ഇത് ഈ മണ്ണിൽ നിന്ന് എടുത്തതാണ്. ഇത് മണ്ണോട് മണ്ണ് ചേർന്ന് ഈ മണ്ണിലായി പോകും. എന്നാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ഇതിൽ നിന്ന് വേർപെടുന്നതിനെയാണ് മരണമെന്ന് പറയുന്നത്. അങ്ങനെ വേർപെട്ട് കഴിയുമ്പോൾ ദൈവത്തിന് ആ അകത്തെ മനുഷ്യനെ റിഡീം ചെയ്യുവാനായിട്ട് വീണ്ടെടുക്കുവാനായിട്ട് കഴിയും. ഈ പുറത്തെ മനുഷ്യൻ പാപമയമാണ്. അകത്തുള്ള മനുഷ്യനല്ല പാപി, പുറത്തുള്ള മനുഷ്യനാണ്. ഈ പുറമേ കാണുന്ന മനുഷ്യനാണ്. റോമാലേഖനം തന്നെ ഞാനൊരു വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അവിടെ പറയുകയാണ്, റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. നമ്മളിപ്പോൾ 6-ാം അധ്യായം 23-ാം വാക്യമാണ് വായിച്ചത്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, എന്നാൽ ദൈവത്തിൻ്റെ കൃപാവരമോ എന്ന് വായിച്ച് കേട്ടത് 6:23. 7:23 പറയുകയാണ്, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതെൻ്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. നമ്മുടെ ഈ പുറത്തെ ശരീരം പാപം ഇഷ്ടപ്പെടുന്നതും പാപത്തിൽ വസിക്കുന്നതുമായ ജഡമാണ്. മനസ്സിലായോ? പാപം
ഇതിലാണ് വസിക്കുന്നത്. ഈ സാത്താൻ ഉപയോഗിക്കുന്ന മുഴുവൻ ഈ പുറത്തെ മനുഷ്യനെയാണ് പാപം ചെയ്യിക്കുവാനായിട്ട്. പാപം വസിക്കുന്നത് ഇതിലാണ്. അതിനടുത്ത വാക്യത്തിൽ പറയും, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? മനസ്സിലാകുന്നുണ്ടോ? ഈ പുറത്തെ ഈ ചട്ടക്കൂട് നമുക്ക് തന്നിരിക്കുന്നത് പാപസംബന്ധമായ മനുഷ്യനാണ്. ഇതിൽ നിന്ന് നമ്മുടെ അകത്തെ മനുഷ്യനൊന്ന് വേർപെട്ട് കഴിയുമ്പോൾ, വേർപെട്ട് കഴിയുമ്പോൾ ദൈവത്തിന് അതിനെ വീണ്ടെടുക്കുവാനായിട്ട് കഴിയും. എങ്ങനെ? നാം ജീവനോടെ ഇരുന്നപ്പോൾ ചെയ്തത് നല്ലതാണെങ്കിൽ, കർത്താവിന് വേണ്ടി ജീവിച്ചുവെങ്കിൽ, ദൈവകൽപ്പനയും ദൈവിക പ്രമാണം അനുസരിച്ച് ജീവിച്ചുവെങ്കിൽ ദൈവത്തിന് നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് കഴിയും. മരിച്ചുപോയ എല്ലാവരും വീണ്ടെടുക്കുവാൻ കഴിയുമെന്നല്ല, ദൈവമകനായി ജീവിച്ച ഒരാളെ ദൈവത്തിന് വീണ്ടെടുക്കുവാനായിട്ട് കഴിയും. ഇവിടെ നമ്മുടെ പുറത്തെ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞാൽ നമ്മൾ ക്ലീനാണ്. ആക്ച്വലി നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് ദൈവത്തിന് കഴിയും. പക്ഷെന്നുണ്ടെങ്കിൽ ഈ ഒരു സത്യം നമുക്ക് അനേകർക്ക് അറിയത്തില്ല. നമ്മളോട് പുറത്തെ മനുഷ്യനെ വേണോ അകത്തെ മനുഷ്യനെ വേണോ, ഏതാണ് നമുക്ക് ഒരു അനുഗ്രഹം, ബ്ലെസ്സിങ്സ് വേണ്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ലോകത്തിലുള്ള മനുഷ്യൻ മുഴുവനും ഓടിക്കൊണ്ടിരിക്കുന്നത് പുറത്തെ മനുഷ്യന് വേണ്ടിയിട്ടാണ്. വളരെ ചുരുക്കം പേര് ഗേറ്റ് മിനിസ്ട്രീസിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ അനേക ഗ്രേസ് ചർച്ചുകൾ, അനേക ഗ്രേസ് ഉപദേശം പറയുന്ന ഈ കാര്യം മനസ്സിലാക്കുവാൻ കൃപായുഗത്തിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവസഭയുടെ ഭാഗമായി തീർന്നിരിക്കുന്ന ഏതാനും ചുരുക്കം പേർക്കല്ലാതെ ഈ ഒരു സത്യം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെ ഇത്ര സ്ട്രെസ് ചെയ്ത് ഇത്ര ബോൾഡായിട്ടും ഈ കാര്യങ്ങൾ പറയുന്നത്. ആർക്കെങ്കിലുമൊക്കെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ മനസ്സിലാക്കുവാനും ചലഞ്ച് ചെയ്ത് ക്വസ്റ്റ്യനുകളൊക്കെ ചോദിച്ച് അതിനെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. നമ്മുടെ പുറത്തെ മനുഷ്യനെ വേണോ അകത്തെ മനുഷ്യനെ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 99% ആൾക്കാരും പറയും പുറത്തെ മനുഷ്യൻ. നമുക്ക് കാറ്, നമുക്ക് വീട്, നമുക്ക് പണം, നമുക്ക് സമ്പാദ്യം, നമുക്ക് സുഖ സൗകര്യങ്ങൾ, പുറത്തെ മനുഷ്യൻ ബ്ലെസ്സിങ്സ്, അനുഗ്രഹം. എന്നാൽ അകത്തെ മനുഷ്യൻ എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അകത്തെ മനുഷ്യനൊന്നും വേണമെന്ന് ആർക്കും താല്പര്യമില്ല. ആ ഒരു ദൈവിക സാന്നിധ്യം അനുഭവിക്കണമെന്നോ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പെന്നോ അതിനൊന്നും ആർക്കും സമയമില്ല. അതിനെക്കുറിച്ചൊന്നും ആരും ബോധേഡേ അല്ല. ആക്ച്വലി ഈ പുറത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അകത്തെ മനുഷ്യനെ വയ്ക്കുവാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഒരു ചട്ടക്കൂടാണ്. ഇത് 7-10 ഏറെയായാൽ 80 വർഷത്തേക്ക് വേണ്ടി മാത്രം തന്നിരിക്കുന്നതാണ്. ഇത് മണ്ണോട് മണ്ണ് ചേർന്ന് പോകുന്ന മണ്ണാങ്കട്ടയാണ്. ഇതിനു വേണ്ടി നമ്മൾ ഈ ലോകത്തിൽ ഓടി നടന്ന് അധ്വാനിച്ചിട്ട് നമ്മുടെ അകത്തെ മനുഷ്യനെ നമ്മൾ നഷ്ടമാക്കി കളയുകയാണ് ചെയ്യുന്നത്. നമുക്ക് ദൈവവുമായിട്ട് കടപ്പാടും ഇടപാടുമുള്ളത് അകത്തെ മനുഷ്യനാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ജീവനുള്ള ദേഹിയാക്കി തീർത്തിരിക്കുക. ഈ ദേഹം വിട്ടുപോയി കഴിഞ്ഞാൽ ആ ദേഹി ദൈവത്തോട് ചേരുകയാണ്. ആ ദേഹിയാണ് നിത്യം ദൈവത്തോടൊപ്പം സ്വർഗത്തിൽ വസിക്കുവാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ നരകത്തിൽ വസിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യനാണ് ഇമ്പോർട്ടൻസ് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഇവിടെ ദൈവം നമ്മുടെ ഈ അകത്തെ മനുഷ്യനെയും പുറത്തെ മനുഷ്യനെയും ഒന്ന് വേർപെട്ട് കഴിയുമ്പോൾ, നാം നല്ലതായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ, ദൈവകൽപ്പനയനുസരിച്ച് ദൈവമകനായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ, നാം മരിച്ചു കഴിയുമ്പോഴത്തേന് ദൈവത്തിന് നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട്, അഡോപ്റ്റ് ചെയ്യുവാനായിട്ട്, ദത്തെടുക്കുവാനായിട്ട് കഴിയും. അടുത്ത ആഴ്ചയിലൊക്കെ ഞാൻ ഈ വിഷയം കണ്ടിന്യൂസ് ആയിട്ട് പറയാം. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചൊരു നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിൻ്റെ ഒറിജിനൽ പർപ്പസിലേക്ക് നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് കഴിയും. ഈ ശരീരത്തിൽ നിന്ന് നമ്മുടെ അകത്തെ മനുഷ്യനെ ദൈവം ഒന്ന് വേർപെടുത്തി കഴിയുമ്പോഴത്തേനും ദൈവത്തിന് അതിനെ വീണ്ടെടുക്കുവാനായിട്ട് കഴിയും. അതിനൊരു മറുവില കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന് അതിനെ വീണ്ടെടുക്കുവാനായിട്ട് കഴിയും. നിങ്ങൾക്കറിയാമോ, സാത്താൻ പാപം ചെയ്തിട്ട് ദൈവത്തിന് സാത്താനെ വീണ്ടെടുക്കുവാനായിട്ട് കഴിയത്തില്ല. ദൈവം വീണ്ടെടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, കഴിയത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാത്താന് മരണമില്ല. സാത്താൻ നിത്യമായിട്ട് തുടരുന്ന ഒരു ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അവന് മരണമില്ലാത്തത് കാരണം അവനെ വീണ്ടെടുക്കുവാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന് പോലും വീണ്ടെടുക്കുവാനായിട്ട് കഴിയത്തില്ല. കാര്യം അത് എറ്റേണിറ്റിയിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്, ഒരു ദൈവത്തിൻ്റെ ഒരു ക്രിയേച്ചറാണ്. അതുകൊണ്ടാണ് സാത്താനെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന് കഴിയാത്തത്. ഇതേ കാരണം കൊണ്ടാണ് നാം തിരിച്ച് ഏദനിൽ കയറരുതെന്ന് വെച്ച് ദൈവം ആ ഏദൻ്റെ വാതിലടച്ചത്. കാര്യം നമ്മളും അതുപോലെ പാപിയായിട്ട് നിത്യജീവിയും ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മരണമുണ്ടാകത്തില്ല. ഞാൻ ലൂക്കോസിൻ്റെ സുവിശേഷം 20-ാം അധ്യായം അതിന് 35-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തിനും യോഗ്യരായവർ വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല. അവർക്കിനി മരിപ്പാനും കഴിയുകയില്ല.
അവൻ പുനരുദ്ധാന പുത്രന്മാരാകിയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരുമാകുന്നു. ഹല്ലേലൂയ. അവർ ദൈവപുത്രന്മാരെ പോലെയാണ്, അതായത് ദൈവദൂത തുല്യരാണ്. അതായത് അവർക്ക് മരണമില്ല. അവർ എന്നും അതുപോലെ തന്നെ നിത്യതയിൽ തുടരുന്നവരാണ്. കർത്താവിനോട് മത്തായിയുടെ സുവിശേഷത്തിലും ചിലർ വന്നിട്ട് ഒരു സ്ത്രീയെക്കുറിച്ച് അവൾ 5 പേർക്ക് ഭാര്യയായിരുന്നു, അവരെ പുനരുദ്ധാനത്തിൽ അവൾ ആരുടെ ഭാര്യയായിരിക്കും എന്നൊക്കെ പറയുന്നത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവിടെയും ദൈവം അത് ക്ലാരിഫൈ ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, പുനരുദ്ധാനത്തിൽ അവിടെ എല്ലാവരും അവിടെ പേറും പിറപ്പുമില്ല, അവിടെ പ്രത്യുൽപാദനമോ വിവാഹത്തിന് കൊടുക്കുകയോ വിവാഹത്തിന് എടുക്കുകയോ ഒന്നുമില്ല. അവർ ദൈവദൂത തുല്യന്മാരാണ്, അവർക്ക് മരണമില്ല. മനസ്സിലായോ? അതായത് ദൈവദൂതന്മാർക്ക് മരണമില്ല. അവർക്ക് മരണമില്ലാത്തത് കൊണ്ട് തന്നെ അവരെ വീണ്ടെടുക്കുവാനായിട്ട് കഴിയത്തില്ല. അതായത് ദൈവം അവരെ സൃഷ്ടിച്ചപ്പോൾ ഒരു 10 കോടി അല്ലെങ്കിൽ 100 കോടി ദൂതന്മാരെയാണ് സൃഷ്ടിച്ചെന്ന് വിചാരിക്കുക. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആ സ്വർഗം സൃഷ്ടിക്കുമ്പോൾ അതിലെ ദൂതന്മാരെല്ലാം ചേർന്ന് സൃഷ്ടിക്കുക. അന്ന് സൃഷ്ടിച്ചപ്പോൾ ഏകദേശം ഒരു 100 കോടി ഈ ദൂതന്മാരെ സൃഷ്ടിച്ചതെന്ന് വിചാരിക്കുക. ആ 100 കോടി ദൂതന്മാർ അന്നുമുണ്ട്, ഇന്നുമുണ്ട്, നാളെ ഉണ്ടാവും. അതിൽ ഒട്ടും കൂടത്തുമില്ല, ഒട്ടും കുറയത്തുമില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പേറും പിറപ്പും ഇല്ല, അവർക്കൊരു പ്രത്യുൽപാദനമില്ല. അവരെത്ര പേരുണ്ടായിരുന്നു അത്രയും പേര് നിത്യതയിലും തുടരും. അതെന്ന് വരെ തുടരും? അത് നിത്യം തുടരും, എറ്റേണിറ്റി. മനസ്സിലായോ? അപ്പം ആ ഒരു രീതിയിലാണ് ദൂതന്മാരുള്ളത്. അതുകൊണ്ട് അവരെ വീണ്ടെടുക്കുവാൻ കഴിയത്തില്ല. എന്നാൽ നമ്മളെ ദൈവത്തിന് വീണ്ടെടുക്കുവാൻ കഴിയും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരണമുണ്ട്. നമ്മുടെ ഈ ശരീരത്തെ വിട്ടിട്ട് അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും തമ്മിലുള്ളൊരു വേർപാടുണ്ട്. നാം ദൈവകൽപ്പന അനുസരിച്ച് ദൈവപ്രമാണത്തിൽ ദൈവമക്കളായി ജീവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മളെ വീണ്ടെടുക്കുവാൻ കഴിയും. ദൈവത്തിനൊരു മറുവില കൊടുത്തിട്ട് നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ദൈവം നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് ദൈവം ലോകത്തിലേക്ക് വരിക. നാം മരിക്കാതെ നമ്മളിങ്ങനെ സ്വർഗത്തിലേക്ക് ചേർക്കുവാനായിട്ട് കഴിയത്തില്ല. ഈ ഒരു ജഡത്തോടു കൂടി ദൈവത്തിന് നമ്മളെ സ്വർഗത്തിലേക്ക് ചേർക്കുവാനായിട്ട് കഴിയത്തില്ല. കാര്യം ദൈവം എല്ലാം ന്യായമായിട്ടും നീതിയോടുമേ ചെയ്യത്തുള്ളൂ. ഇത് പാപസംബന്ധമാണ്, ഇത് പാപജഡമാണ്. ഈ ജഡത്തോട് നമ്മളെ ഇങ്ങനെ അങ്ങ് സ്വർഗത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നാം നിമിഷം കൊണ്ട് ചില ദിവസങ്ങൾ കൊണ്ട് സ്വർഗം മുഴുവനും മലിനമാക്കും, മുഴുവനും പാപമയമാക്കും. അത് മുഴുവനും പാപസംബന്ധമായി പോകും. അതുകൊണ്ട് ദൈവത്തിന് നമ്മളെ ഈ ജഡത്തോടു കൂടി സ്വർഗത്തിലേക്ക് എടുക്കുവാനായിട്ട് കഴിയത്തില്ല. അതിന് നാം മരിക്കണം. മരിച്ചതിന് ശേഷം ദൈവത്തിന് നമ്മളെ വീണ്ടെടുക്കണം. വീണ്ടെടുത്ത് നമുക്കൊരു പുതിയ ശരീരം തരും. അതിനെയാണ് ഈ വീണ്ടെടുപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ദത്തെടുപ്പ്, നമ്മളെ ദത്തെടുത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക എന്നൊക്കെ പറയുന്നത്. ഞാൻ ഈ പറഞ്ഞു വരുന്നതെല്ലാം നിങ്ങളതിൻ്റെ ആ ഒരു സ്റ്റോറി ലൈൻ വിട്ടുപോകല്ല. കർത്താവ് എന്തിന് ജഡത്തിൽ അവതരിച്ചു? ക്രിസ്മസ് എന്താണ്? നാളെ ലോകം മുഴുവനും ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുമ്പോൾ എന്താണ് കർത്താവിൻ്റെ ജഡാവതാരം എന്നൊന്ന് മനസ്സിലാക്കുവാനും അതിൻ്റെ പുറകിൽ ദൈവത്തിന് എന്തുമാത്രം കാൽക്കുലേഷനും ദൈവിക പദ്ധതികളും ഉണ്ടായിരുന്നു എന്നൊന്ന് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു വരുന്നത്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കർത്താവ് മനുഷ്യന് വേണ്ടി മരിക്കുവാൻ ലോകത്തിലേക്ക് ഇറങ്ങി വരിക. ദൈവം വന്നതൊരു ദൂതനായിട്ടല്ല, ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനായി. എന്തുകൊണ്ടാണ് ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനായി കർത്താവ് ലോകത്തിൽ വന്നത്? മരിക്കുവാൻ വേണ്ടി. കാര്യം എന്താ? ദൂതന് മരിക്കുവാൻ കഴിയത്തില്ല. അവനെക്കാട്ടിലും അല്പം താഴ്ച വന്നവനായി ലോകത്തിലേക്ക് വന്നത് മരണം ആസ്വദിക്കുവാൻ. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. എബ്രായ ലേഖനം 2-ാം അധ്യായം, എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായി യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. കർത്താവ് മരിക്കുവാൻ വേണ്ടിയിട്ട് മനുഷ്യനായി തീർന്ന് തന്നെത്താൻ ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് വരിക. ദൂതന്മാരുടെ ലെവലിലും താഴെ വരിക. കാര്യം ദൂതൻ്റെ ലെവലിൽ നിന്നും മരിക്കാൻ പറ്റത്തില്ല, ദൈവത്തിന് മരിക്കാൻ പറ്റത്തില്ല, ദൂതന് മരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൂതൻ്റെയും താഴത്തെ ലെവലിൽ മനുഷ്യനായിട്ട് ഇറങ്ങി വരിക. അങ്ങനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളിൽ
തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ഇത് മാത്രം ഒരു ദിവസം പ്രസംഗിക്കേണ്ട വിഷയമാണ്. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. ദൂതന്മാരെക്കാൾ താഴ്ച വന്നവനായി കർത്താവ് ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് വന്നത് നമുക്ക് വേണ്ടി മറുവില യാഗമാകുവാൻ വേണ്ടിയിട്ടാണ്. ആ മറുവില യാഗത്താൽ, കാര്യം ഉലകം മുഴുവൻ കൊടുത്താലും പാപം ചെയ്ത മനുഷ്യനെ വീണ്ടെടുക്കുവാനായിട്ട് കഴിയത്തില്ല. ഈ ഉലകത്തിൻ്റെ മുഴുവൻ വിലയും നമ്മുടെ ഒരാളുടെ ആത്മാവിൻ്റെ വിലയോടൊക്കത്തില്ല. അതുകൊണ്ട് അതിനെ വീണ്ടെടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദൈവം അതിന് മറുവില കൊടുക്കണം. ആ ദൈവത്തിൻ്റെ വില പാപമില്ലാത്ത ഒരു രക്തം അതിനുവേണ്ടി മറുവില കൊടുക്കണം. അതിനുവേണ്ടി ദൈവം മരിക്കുവാനായിട്ട് മനുഷ്യനായി ലോകത്തിലേക്ക് വരിക. ഈ വായിച്ച വാക്യത്തിൻ്റെ തന്നെ 14-15 വാക്യം വായിക്കണം. അവിടെ പറഞ്ഞിരിക്കുക, മക്കൾ ജഡരക്തങ്ങളുള്ളവർ ആകയാൽ. ആരാ മക്കൾ? ഞാനും നിങ്ങളും. ജഡരക്തങ്ങളുള്ളവർ ആകയാൽ, ജഡവും രക്തവും ഉള്ളവർ ആകയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. ആര്? കർത്താവായ യേശു ക്രിസ്തു. നമ്മൾ മക്കൾ ജഡരക്തങ്ങളുള്ളവർ ആകയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ കഴിഞ്ഞിരുന്ന നമ്മളെയൊക്കെയും വിടുവിച്ചു എന്ന് എബ്രായ ലേഖനം 4:14-15 വാക്യങ്ങൾ 2:14-15 വാക്യത്തിൽ എഴുതിയിരിക്കുക. നിത്യം നരകാഗ്നിയിലേക്ക് പോകേണ്ടിയിരുന്ന അഗാധ കൂപത്തിലേക്ക് തള്ളിക്കളയുവാനായിട്ട് സാത്താൻ നമ്മളെ നിത്യം നരകത്തിന് അടിമകളാക്കി വെച്ചിരുന്ന നമ്മളെ മക്കൾ ജഡരക്തങ്ങളുള്ളവർ ആകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണത്തിന് അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ വാക്യത്തിൻ്റെയൊക്കെ മർമ്മം, അതിൻ്റെയൊക്കെ ഉള്ളടക്കം എന്താണെന്നൊന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തെ തുള്ളിച്ചാടി മഹത്വപ്പെടുത്തുവാനായിട്ട് സന്തോഷിക്കുവാനായിട്ട് നമുക്ക് കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത് കർത്താവിൻ്റെ ജഡാവതാരത്തിൻ്റെ പർപ്പസ് എന്തായിരുന്നു നിങ്ങളെ ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടെ കർത്താവ് ജഡത്തിൽ അവതരിക്കുമ്പോൾ എല്ലാത്തിനും ദൈവത്തിന് 2 പർപ്പസ് ഉണ്ട്. കാര്യം പ്രതിയോഗിയായിട്ട് നിൽക്കുന്നത് സാത്താനാണ്. അവൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇതിനിടയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. അതിനെ തടയാനായിട്ട് ഏത് രീതിയിൽ അതിനെ തടയാൻ കഴിയും ആ രീതിയിലുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. ദൈവം അനീതിയായിട്ടൊന്നും ചെയ്യത്തില്ല, എല്ലാം ന്യായമായിട്ടേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഈ ഒരു കാര്യം മനുഷ്യനെ വീണ്ടെടുക്കുന്നത് ആ മറുവില കൊടുത്ത് നമ്മെ സാത്താനിൽ അടിമയായി പോയതിനെ നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് ദൈവം നടത്താൻ പോകുന്ന ആ മറുവിലയാഗം അതൊരു മനുഷ്യരോടും ദൈവം അറിയിച്ചിരുന്നില്ല, ഒരു ദൂതന്മാരെയും ദൈവം അറിയിച്ചിരുന്നില്ല. ദൈവം അത് പരമരഹസ്യമാക്കി വെച്ചിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന് നമ്മെ വീണ്ടെടുക്കുവാനുള്ള എല്ലാ കാര്യങ്ങൾക്കും 2 പദ്ധതികളുണ്ട്. ദൈവത്തിൻ്റെ ജഡ അവതാരത്തിനും 2 പദ്ധതികളുണ്ട്. 2 കാര്യങ്ങളാണ്, 2 പദ്ധതിയാണ്. ഒന്ന്, കർത്താവ് ജഡത്തിൽ അവതരിച്ചത് ഒരു വാഗ്ദത്ത പദ്ധതി. അതുപോലെ തന്നെ കർത്താവ് ജഡത്തിൽ അവതരിച്ചത് ഒരു മിസ്റ്ററി ആയിരുന്ന പദ്ധതി. 2 കാര്യങ്ങളുടെ നടത്തിപ്പിന് വേണ്ടിയിട്ടും നിവൃത്തിക്ക് വേണ്ടിയിട്ടുമാണ് കർത്താവ് ജഡത്തിൽ അവതരിക്കുന്നത്. ഒന്ന് വാഗ്ദത്തമായിരുന്ന പദ്ധതി, അതാണ് പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു പരിച്ഛേദനക്കാർക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു എന്ന് റോമാലേഖനം 15-8 വാക്യത്തിൽ പറയുന്നത്. പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു പരിച്ഛേദനക്കാർക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു. അങ്ങനെ ഇസ്രായേലിന് കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ദൈവം ഇസ്രായേലിൻ്റെ ഇടയിലേക്ക് വരികയാണ്. അവരോട് പറയുകയാണ്, എന്നെ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അരികിലേക്ക് അല്ലാതെ അയച്ചിട്ടില്ല. അപ്പോൾ തന്നെ ഇവിടെ ലക്ഷക്കണക്കിന് ജാതീയ ജനങ്ങൾ കിടക്കുകയാണ്. അവർ മരിച്ച് മൺമറഞ്ഞു കഴിഞ്ഞാൽ നിത്യ നരകാഗ്നിയിലേക്ക് പോകാൻ പോവുകയാണ്. അവരെ വീണ്ടെടുക്കുന്ന പദ്ധതി എന്താണെന്ന് ദൈവം അതിനു മുമ്പ് ആരെയും വെളിപ്പെടുത്തിയിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ ആ വീണ്ടെടുപ്പ് പദ്ധതി ദൈവം ഇവിടെ നിവർത്തിച്ചു കഴിഞ്ഞിട്ടാണ് പോകുന്നതെങ്കിലും അതിനുശേഷം ദൈവം അപ്പോസ്തലനായ പൗലോസിനെ വിളിക്കുകയും കാൽവറിയിൽ കൂടെ ആ നിവർത്തിച്ച പദ്ധതി എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു കഴിയുമ്പോൾ അതിലെ വിശ്വാസത്താൽ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ എന്ന് പറയുന്നൊരു വലിയ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നൊരു കാലഘട്ടം ആരംഭിക്കുകയും എനിക്കും നിങ്ങൾക്കും എല്ലാം ആ വിശ്വാസത്തിൽ രക്ഷപ്പെടുവാനായിട്ട് ദൈവത്തിൻ്റെ മക്കളായി തീരുവാനായി സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ആ ഒറിജിനൽ പർപ്പസ് പോലെ ദൈവത്തിൻ്റെ കൂട്ടവകാശികളായി ഒന്നിച്ച് ദൂതതുല്യരായി ദൂതന്മാരെ വാഴുന്ന ലെവലിൽ സ്വർഗത്തിലെന്നും വാഴുവാനുള്ള ദൈവിക പദ്ധതിയിലേക്ക് ദൈവം നമ്മളെ വീണ്ടെടുക്കപ്പെട്ടിരിക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രവാചകന്മാരിൽ കൂടെ ദൈവത്തിന് 2 പദ്ധതികളാണ്. ഒന്ന് വാഗ്ദത്ത പദ്ധതിയും ഒന്ന് മറഞ്ഞിരുന്ന പദ്ധതിയും. എന്തിനാ ഈ പദ്ധതി മറഞ്ഞിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അവരറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. അത് കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 2-ാം അധ്യായം 7-8 വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണാം. ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ള പോയിൻ്റ് ആയത് കാരണം എന്നെ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ഗേറ്റ് മിനിസ്ട്രീസിനെ, ഗ്രേസ് ഗോസ്പൽ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ഇത് ഞാൻ പറയുന്നതല്ല, കർത്താവ് പറയുന്നത്. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ദൈവം പറയുക, ഹാഡ് ദൈ നോൺ ഇറ്റ് ദൈ വുഡ് നോട്ട് ഹാവ് ക്രൂസിഫൈഡ് ദ ലോർഡ് ഓഫ് ഗ്ലോറി. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. കർത്താവിൻ്റെ ആ കാൽവറി ക്രൂശ് മരണത്തിലൂടെ ഒരു മറുവില യാഗം നടന്നിരിക്കുക. ആ രക്തത്തിലൂടെ അനേക കോടിക്കണക്കിന് ജനങ്ങളെ രക്ഷപ്പെടുന്ന ദൈവിക പദ്ധതി തുറന്നിരിക്കുക. തൻ്റെ ദേഹമെന്ന തിരശീല ചീന്തി ഒരു പുതുവഴി നമുക്ക് വേണ്ടി തുറന്നിരിക്കുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആ ഒരു ദൈവിക പദ്ധതി ദൈവം എന്നാൽ എല്ലാവർക്കും തുറന്ന് അറിയിച്ചിരുന്ന ഒരു പദ്ധതിയുണ്ട്. അതിനെയാണ് വാഗ്ദത്ത പദ്ധതി, പ്രോമിസ്ഡ് പദ്ധതി എന്ന് പറയുന്നത്. അത് സാത്താനും അറിയാം, ഈ സംഭവം നടക്കുമെന്നുള്ളത് അറിയാം. അതുകൊണ്ട് സാത്താൻ ഇവിടെ വളരെ ജാഗരൂകരായിട്ട് അവർക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ആ കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കാതിരിക്കുവാനും അവരുടെ വാഗ്ദത്തം അവർ പ്രാപിക്കാതിരിക്കാനും കർത്താവ് ലോകത്തിൽ വന്നപ്പം മുതലേ കർത്താവിനെ ഒതുക്കിക്കളയാൻ ശ്രമിക്കുക. 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നുകളയുക. പല ആവർത്തി കർത്താവിനെ തന്നെ കൊന്നുകളയുവാനായിട്ട് ജഡാവതാരത്തിൽ വന്നപ്പോൾ ദൈവത്തെ ഒതുക്കിക്കളയുവാനായിട്ട് നോക്കിയ, അവസാനം കാൽവറി ക്രൂശിൽ ആണിയടിച്ച് കൊന്ന് ന്യായപ്രമാണത്തിന് ശാപമായിരുന്ന മരത്തിൽ തൂക്കിക്കൊല്ലുന്ന പദ്ധതി പോലെ കർത്താവിനെതിരായിട്ട് അവൻ തിരിഞ്ഞിരിക്കുക. അവൻ അറിയാവുന്നത് ഈ വാഗ്ദത്ത പദ്ധതിയാണ്. അത് നിറവേറാതിരിക്കാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ അവൻ അറിയാത്ത ഒരു മിസ്റ്ററി പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അത് ക്രൂശിലൂടെ നിറവേറിയിരിക്കുക. ആ നിറവേറിയിരിക്കുന്നുവെന്ന് അതിനുശേഷം കർത്താവ് അപ്പോസ്തലനായ പൗലൂസിനെ വിളിച്ചിട്ട് അത് വെളിപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ ആ 13 ലേഖനങ്ങളിൽ കൂടി റോമാലേഖനം മുതൽ ഫിലോമോൻ എഴുതിയ ലേഖനം വരെ ആ സത്യം നമ്മളെ അറിയിച്ചിരിക്കുക. അതിലൂടെ ഇന്ന് വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം ഭാഗ്യം തന്നിരിക്കുക. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുക. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള വിശ്വാസത്താൽ ഇന്ന് ഏത് മനുഷ്യനും രക്ഷിക്കപ്പെടുക. ഈ ഒരു ഭയങ്കര ദൈവിക പദ്ധതി ദൈവം നമുക്ക് വേണ്ടി തുറക്കുകയാണ്. എന്നാൽ അപ്പോൾ തന്നെ പാരലലായിട്ട് പ്രോമിസ്ഡ് പദ്ധതി, വാഗ്ദത്ത പദ്ധതി നടക്കുക. അത് റിവീൽഡ് ആകുക. മത്തായി 1:1 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്ത, അതിനുശേഷം മോശയ്ക്ക് വാഗ്ദത്തം കൊടുത്ത, അബ്രഹാമിനും ഇസ്ഹാക്കിലും യാക്കോബിൽ പിതാക്കന്മാരിൽ കൂടെ വാഗ്ദത്തം കൊടുത്ത്, മോശയിൽ കൂടി, ന്യായപ്രമാണത്തിൽ കൂടി, ദാവീദിൽ കൂടി, യോഹന്നാൻ സ്നാപകനിൽ കൂടി, കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്ന് അവരോട് അറിയിക്കുന്നതും 12 ശിഷ്യന്മാരെ എടുത്ത് അവർക്ക് ദൈവം ഓഫർ ചെയ്തിരിക്കുന്നതുമായ ഒരു വലിയ പദ്ധതിയാണ് സ്വർഗരാജ്യം. അത് നിങ്ങളുടെ കൈക്കലായിരിക്കുന്നു, നിങ്ങൾ അതിലേക്ക് കടക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു ദൈവിക പദ്ധതിയാണ്. അതിൻ്റെ നിവൃത്തീകരണം ആരംഭിച്ചിരിക്കുന്നു. കർത്താവ് ലോകത്തിൽ വന്നിരിക്കുന്നു. ദൈവരാജ്യം ആരംഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം പറയുന്നത്, അബ്രഹാമിൻ്റെ പുത്രനായ, ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി, ആ ദൈവിക പദ്ധതി അബ്രഹാമിൽ കൂടി, ദാവീദ്യ ഉടമ്പടിയിൽ കൂടി, യേശു ക്രിസ്തുവിൽ കൂടെ നിറവേറാൻ പോകുന്നുവെന്ന് കാണിക്കുക. അതാണ് പ്രോമിസ്ഡ് പ്രോഗ്രാം, കിങ്ഡം ഓഫ് ഹെവൻ. അതിൻ്റെ നിവൃത്തീകരണത്തിന് വേണ്ടി കർത്താവ് ലോകത്തിലേക്ക് വന്നിരിക്കുന്നുവെന്ന് പറയുക. അത് എങ്ങനെ നടക്കുമെന്ന് പല രീതിയിൽ കൂടി പല സ്ക്രിപ്ചറിൽ പല ഭാഗങ്ങളിൽ ദൈവം ഒത്തിരിയും സ്ഥലങ്ങളിൽ അത് അറിയിച്ചിരിക്കുക. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം, കർത്താവ് വരുന്നതിന് 800 വർഷം മുമ്പ് വന്ന പ്രവാചകന യെശയ്യാ 6-ാം വാക്യത്തിൽ പറയുക, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. മനസ്സിലായോ? ഇവിടെ ജനിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന് ശേഷം 800 വർഷം കഴിഞ്ഞിട്ടാണ് ജനിക്കുന്നത്. നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഡെഫിനറ്റായിട്ട് തന്നിരിക്കുന്നു, കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ഇത് 800 വർഷങ്ങൾക്ക് മുൻപ് പറയുമ്പോൾ ജനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ വിത്ത് ആബ്സല്യൂട്ട് സെർട്ടനിറ്റി ദൈവം പറയുക. അങ്ങനെ ദൈവിക പദ്ധതിയാണ്. ഹല്ലേലൂയ. ഉലക സ്ഥാപനത്തിന് മുൻപേ അറുക്കപ്പെട്ട കുഞ്ഞാടെന്നൊക്കെ പറയുമ്പോൾ ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പേ അറക്കപ്പെട്ടതിന് തുല്യമാണ് കഴിഞ്ഞ 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് അറുക്കപ്പെട്ടത്. കാര്യം അതിനുവേണ്ടി ഡെഫിനറ്റായിട്ട് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുന്നത് കണ്ടില്ലയോ, ഒരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന്. അത് പറഞ്ഞ് 800 വർഷം കഴിഞ്ഞിട്ടാണ് ജനിക്കുന്നത്. എന്നാലും പറഞ്ഞിരിക്കുന്നുണ്ടോ, ജനിച്ചിരിക്കുന്നു വിത്ത് ആബ്സല്യൂട്ട് സെർട്ടനിറ്റിയാണ്. ദൈവം സ്വർഗത്തിൽ നിത്യത
ഹല്ലേലൂയ. ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പേ തീരുമാനിച്ച നിത്യമായ കാര്യങ്ങളുടെ നിവർത്തീകരണമായി ഇവിടെ എല്ലാം ഈ നടക്കുന്നത്. യെശയ്യാ പ്രവചനത്തിൽ ഒരു വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അതൊക്കെ അങ്ങനെ നിവർത്തിയാകുക. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ വിഷയത്തിലേക്ക് വരിക. നിങ്ങൾക്ക് ആ കാര്യം ഒന്ന് ശരിക്കും മനസ്സിലാകുവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. യെശയ്യാ പ്രവചനം 53-ാമത്തെ അധ്യായം 53-ാമത്തെ 7-8 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ പറയുക: തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതിരുന്നു. കർത്താവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന സമയത്തെക്കുറിച്ച് പറയുക. ഇതൊക്കെ എന്ന് പ്രവചിച്ചേക്കുന്നറിയാമോ? കർത്താവ് വരുന്നതിന് 800 വർഷം മുമ്പ്. അവിടെ പറയുക, അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു, ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടുവെന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നുവെന്നും അവൻ്റെ തലമുറയിൽ ആർ വിചാരിച്ചു. എൻ്റെ ജനത്തിൻ്റെ അതിക്രമം നിമിത്തം, ദൈവം തിരഞ്ഞെടുത്ത ദൈവജനത്തിൻ്റെ പാപം നിമിത്തം അവന് ദണ്ഡനം വന്നുവെന്നും അവൻ്റെ തലമുറയിൽ ആരറിഞ്ഞു? ഒരുത്തർ പോലും അറിഞ്ഞില്ല. മഹാപുരോഹിതൻ പോലും അറിഞ്ഞില്ല. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് മരിക്കുന്നതെന്നും അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് ദണ്ഡനം അനുഭവിക്കുന്നതെന്നും. ഹീ വാസ് നമ്പേർഡ് വിത്ത് ദ ട്രാൻസ്ഗ്രസേഴ്സ്. അതായത് അവൻ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു. നമ്മളെപ്പോലെ അധർമ്മികളുടെ കൂട്ടത്തിൽ അവൻ എണ്ണപ്പെട്ടു. ആരാ? ഉലക അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവം അധർമ്മികളുടെ കൂട്ടത്തിൽ, പാപികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു. പാപത്തിൻ്റെ പരിഹാരം ആവശ്യമുള്ള ഒരു സാധാ യഹൂദനെ പോലെ പാപമോചനത്തിന് സ്നാനത്തിനായിട്ട് യോർദാനിൽ ഇറങ്ങിച്ചെന്നു, സമർപ്പിച്ചു. പാപികളുടെ കൂട്ടത്തിൽ അവൻ എണ്ണപ്പെട്ടു. നമ്മിൽ ഒരാളെ പോലെ അവൻ ആയിത്തീർന്നിരിക്കുക. ഹല്ലേലൂയ. അങ്ങനെ ഓരോ കാര്യങ്ങളും പ്രോഗ്രസീവായിട്ട് ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. യോഹന്നാൻ്റെ സുവിശേഷം 1:29 നമുക്ക് കാണാം, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ സ്നാപകൻ കർത്താവിനെ കണ്ടുകൊണ്ട് പറയുക, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇതെല്ലാം ആ ഏദൻ തോട്ടത്തിൽ 3:16 ഉൽപ്പത്തി പുസ്തകം 3:16-15 വായിച്ചാൽ നമുക്ക് കാണാം, സ്ത്രീയുടെ സന്തതി സാത്താൻ്റെ തലയെ തകർക്കും. അതായത് നമ്മെ വഞ്ചിച്ച് ഏദൻ തോട്ടത്തിൽ നിന്ന് നമ്മൾ വെളിയിലായപ്പോൾ ദൈവം സാത്താനോട് പറയുക, ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ദൈവം കാലാകാലങ്ങളിൽ അബ്രഹാമിൽ കൂടി, പിതാക്കന്മാരിൽ കൂടി, പ്രവാചകന്മാരിൽ കൂടി, ദാവീദിൽ കൂടി, യോഹന്നാൻ സ്നാപകനിൽ കൂടി, മോശയിൽ കൂടി ഒക്കെ ഈ ഒരു സംഗതി പ്രോഗ്രസീവായിട്ട് റിവീൽ ചെയ്യുക. അതിൻ്റെ നിവർത്തീകരണം നടക്കണം. അത് കാൽവറിയിൽ കർത്താവ് നമുക്ക് വേണ്ടി മറുവില യാഗമായി തീരണം. അതിനുവേണ്ടി കർത്താവ് ലോകത്തിൽ വരണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അതിനുവേണ്ടി ലോകത്തിൽ അവതരിക്കണം. കർത്താവ് ജഡത്തിൽ അവതരിക്കണം. ഗോഡ് മാനിഫെസ്റ്റ് ഇൻ ഫ്ലഷ്. ദൈവം ജഡത്തിൽ അവതരിച്ചു. ഹല്ലേലൂയ. അതിനുവേണ്ടി ദൈവം ലോകത്തിലേക്ക് വരികയാണ്. അങ്ങനെ മനുകുലത്തിൽ എന്നെപ്പോലെ, നിങ്ങളിൽ ഒരാളെ പോലെ, മാനവജാതിയിൽ ഒരാളെ പോലെ ദൈവം ജഡത്തിൽ അവതരിക്കുക. ഹല്ലേലൂയ. എന്തിനാ അവതരിക്കുന്നതെന്നറിയാമോ? നമുക്ക് വേണ്ടി മരിക്കുവാൻ. നാം നിത്യ നരകാഗ്നിയിൽ സാത്താനോടൊപ്പം നിത്യം അഗാധ കൂപത്തിൽ നിത്യം പോകേണ്ടത് നമ്മളെ വീണ്ടെടുക്കുവാനായി ദൈവം ആ ഒരു മറുവില യാഗം കഴിക്കുവാനായിട്ട് മനുഷ്യനായിട്ട് മനുകുലത്തിൽ ഒരാളായിട്ട് ഈ ലോകത്തിലേക്ക് അവതരിക്കുക. എന്നാൽ നമ്മൾ അതിൻ്റെ മഹത്വവും മഹാത്മ്യവും ഒന്നും അറിയാതെ ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട് പല സെലിബ്രേഷൻസും ആഘോഷങ്ങളും ഡിന്നറുകളും അതുപോലുള്ള മറ്റ് ആഘോഷങ്ങളും കൂത്തുകാഴ്ചകളും ഒക്കെ ആയിട്ട് നമ്മൾ കാര്യങ്ങളെ മാറ്റിമറിച്ച് എന്താണ് സത്യത്തിൽ കർത്താവ് ലോകത്തിൽ അവതരിച്ചിരിക്കുന്നതിൻ്റെ പർപ്പസ് എന്നറിയുവാൻ കഴിയാതെ ആയിരിക്കുന്നു. ക്രിസ്ത്യൻ്റെതിന് ഇതൊന്നും മനസ്സിലാകട്ടെ. ക്രിസ്ത്യാനിയായി മാറട്ടെ എന്ന് വാസ്തവത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം ജഡത്തിൽ അവതരിച്ചു. ഹല്ലേലൂയ. ഗാഡ് മാനിഫെസ്റ്റ് ഇൻ ഫ്ലഷ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ. അതിനുവേണ്ടി കർത്താവ് ലോകത്തിലേക്ക് വന്നിരിക്കുക. 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, പ്രോഫറ്റിക് പ്രോഗ്രാമിൽ കൂടി ദൈവം ജഡത്തിൽ വന്നതിൻ്റെ പർപ്പസ് നിറവേറി. അതുപോലെ തന്നെ മിസ്റ്ററി പദ്ധതിയിൽ കൂടി ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3 നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തിൽ ലോകജാതികളെ മുഴുവനും, യഹൂദനെയും സകല ജാതികളെയും ഒരുപോലെ രക്ഷിക്കുന്ന ഒരു കരുണ കാലഘട്ടം ആരംഭിച്ചു. ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻസ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നു. അതിനുവേണ്ടി കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഏദനിൽ വെച്ച് നമ്മളെ നിത്യം സ്നേഹിച്ച ദൈവം
നമ്മളെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്, നാം തിരിച്ചകത്ത് കയറി ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നിരുന്നുവെങ്കിൽ നമ്മളെ വീണ്ടെടുക്കുവാൻ കഴിയത്തില്ല. പാപത്തിൻ്റെ ശമ്പളമായി മരണം കടന്നു വന്നില്ലെങ്കിൽ നമ്മളെ വീണ്ടെടുക്കുവാൻ കഴിയത്തില്ല. നമുക്ക് മരിക്കുവാൻ കഴിയുന്നതുകൊണ്ട് നമ്മുടെ ഈ ജഡപരമായ ഈ ശരീരത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ ദത്തെടുക്കുവാൻ കഴിയും. നമുക്കൊരു പുതിയ ശരീരം ലഭിക്കും. വിൺമയമായ ഒരു ശരീരം, സ്വർഗത്തിൽ വസിക്കുവാൻ കഴിയുന്ന ഒരു ശരീരത്തിൽ നമ്മളെ ദത്തെടുക്കും. ഹല്ലേലൂയ. അങ്ങനെ നാം നിത്യം സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം വാഴും. ഈ ജഡം ഇത് മണ്ണാങ്കട്ടെ, ഇത് മണ്ണോട് ചേർന്ന് പോകും. നമ്മുടെ അകത്തെ മനുഷ്യന് ദൈവം ഒരു പുതിയ ശരീരം തന്ന് നിത്യം സ്വർഗത്തിൽ വാഴുവാൻ സ്വർഗത്തിലേക്ക് ചേർക്കും. അങ്ങനെ നമ്മളെ വീണ്ടെടുക്കുവാൻ ദൈവം ജഡത്തിൽ അവതരിച്ചിരിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. നന്ദിയോട് കർത്താവിനെ മഹത്വപ്പെടുത്താം. നമുക്ക് നിത്യജീവൻ തന്ന ദൈവത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഏദനിലെ പോലെ എന്നും ദൈവത്തോടൊപ്പം വാഴുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഭാഗ്യത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അങ്ങനെ നമ്മെ വീണ്ടെടുക്കുവാൻ ദൈവം ലോകത്തിൽ അവതരിച്ചിരിക്കുക, ജഡത്തിൽ അവതരിച്ചിരിക്കുക. ഹല്ലേലൂയ. ആ ദൈവം ലോകത്തിൽ വന്നത് ഇന്നും ഇന്നലെയുമുള്ള ദൈവത്തിൻ്റെ പ്ലാനല്ല. ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പേ സകലതും അറിയാമായിരുന്ന ദൈവം ഉലക സ്ഥാപനത്തിന് മുൻപേ നമ്മളെ കണ്ടിരുന്നു. പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നത്: ഉലകസ്ഥാപനത്തിൻ മുൻപുളവായൊരൻപാൽ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. ഉലകസ്ഥാപനത്തിന് മുമ്പുളവായ ഒരൻപാൽ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. മഹൽ സ്നേഹം, മഹൽ സ്നേഹം. ഹല്ലേലൂയ. അനുഗ്രഹീതമായ ദൈവിക പദ്ധതികൾക്കായിട്ട് ലോകത്തിൽ മാനവജാതിയെ തേടി, ഹല്ലേലൂയ, മനുകുലത്തിൽ ഒരാളെ പോലെ തന്നെത്താൻ താഴ്ത്തി സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ. കർത്താവ് ജഡത്തിൽ അവതരിച്ചു. ആ ദൈവത്തിൻ്റെ ആ മനുഷ്യ അവതാരത്തെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. കർത്താവ് മനുഷ്യനായി ലോകത്തിൽ വന്നതോർത്ത് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ആ കാൽവരി ക്രൂശനായിട്ട്, ആ തകർക്കപ്പെട്ട കരങ്ങൾക്കായിട്ട്, ഹല്ലേലൂയ, ആണിയടിക്കപ്പെട്ട കാലുകൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ ക്രൂശിലൂടെ ഒഴുകിയ രക്തത്തിൽ കൂടി കർത്താവ് നമ്മളെ വീണ്ടെടുത്ത സ്നേഹമോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ക്രൂശിലൂടെ ഒഴുകിയ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തു. അതോർത്ത് ദൈവത്തിന് നന്ദി പറയാം. മാറാനാഥ, ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. ദൈവം നമ്മളെ വീണ്ടെടുത്ത വിധങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ, കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി പറയുവാൻ, പുതുവർഷത്തിൽ അനുഗ്രഹത്തോടെ നമ്മളെ നയിക്കുവാൻ, ദൈവിക കൃപ വ്യാപരിക്കുവാൻ നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. മാറാനാഥ. In the presence of Jesus the Nazarene, and wonder how he could love me, a sinner condemned unclean. How marvelous, how wonderful, and my soul will ever be
will be my joy through the ages, to sing of His love for me. Oh, sing how marvelous, how wonderful, and my song shall ever be. How marvelous, how wonderful is my Savior's love for me. Oh, how marvelous, how wonderful, and my song shall ever be. How marvelous, how wonderful is my Savior's love for me. Praise you, Jesus. സകല മഹത്വത്തിൻ്റെ ഉറവിടമായ സ്വർഗപിതാവായ ദൈവമേ, ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്താൽ പുത്രമുഖാന്തരം പുത്രൻ്റെ ശരീരത്തിലെ അവയവങ്ങളായി ഞങ്ങളെ കൂട്ടിച്ചേർത്തു. സഭയായി ഇന്ന് കൂടി വന്ന് തിരുനാമത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിപ്പാൻ, കർത്താവെ മഹത്വമേറിയ ശുശ്രൂഷകൾ ചെയ്യുവാൻ അടിയങ്ങൾ ഓരോരുത്തരെയും അങ്ങ് ബലപ്പെടുത്തിയതിനായ സ്തോത്രം. ചിന്തകളാൽ ധ്യാനങ്ങളാൽ തിരുവചന കഴിവാലൊക്കെയും കർത്താവെ ഞങ്ങളെ അങ്ങ് നിറച്ചതിനായി സ്തോത്രം. ഇതിനൊക്കെയും ഞങ്ങളെ പ്രാപ്തരാക്കി തീർത്തതിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവെ വരും ദിനങ്ങളിൽ അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി ഈ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാനിടെ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും തുടർന്നും പ്രാപ്തരാക്കുകയും ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷാരംഭം മുതൽ ഈ അവസാന നിമിഷം വരെയും ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ നടത്തിപ്പിനുമായി സ്തോത്രം. തുടർന്നും അങ്ങയുടെ കരങ്ങളിൽ കൊള്ളാവുന്ന പാത്രങ്ങളായി ഞങ്ങളെ തീർക്കണമേ. പിരിയുമ്പോഴും പിരിയാത്ത സാന്നിധ്യത്തിനും പറഞ്ഞ് ഞങ്ങളെ സൂക്ഷിച്ച് വീണ്ടും കൂടി വന്ന് ഞങ്ങളുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയാക്കണം. സകല മഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ പിതാവേ ഞങ്ങൾ യാചിക്കുന്നു. കൃപയുണ്ടായി കേട്ട് ഉത്തരമുള്ളുമാറാകണമേ. ആമീൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ, അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ, മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേൻ, വന്ദനം നിനക്കാമേൻ, വന്ദനം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ അടികളോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഗേറ്റ് മിനിസ്ട്രിയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും ഇപ്പോഴെപ്പോഴും കർത്താവിൻ്റെ വരവരെയും ഇന്നും അനേകം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞൊരു വർഷം നമ്മളെ നടത്തിയ ദൈവത്തിന് നന്ദിയോട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അടുത്ത ദിവസങ്ങളിൽ പുതുസംവത്സരത്തിൽ കർത്താവിന് കൊള്ളാവുന്നവരായി നിൽക്കുവാൻ, ദൈവത്തിൻ്റെ മഹിമ കണ്ട സാക്ഷികളായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം എല്ലാ നിലയിലും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്രേസ് ബി വിത്ത് യു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. എന്റെ ബലമായ കർത്തനിൻ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. എന്റെ ബലമായ കർത്തനിൻ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കെൻ പ്രിയൻ, ചാരിടും ഞാൻ അവനിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കെൻ പ്രിയൻ, ചാരിടും ഞാൻ അവനിൽ.
എന്താശ്ചര്യം